ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രിയിലും സഭ ക്രമീകരിച്ച ഈ ദൈവവചന ശുശ്രൂഷയിൽ, ഈ യോഗത്തിലേക്ക് ദൈവത്തിന്റെ വചനം ശ്രവിപ്പാൻ നിങ്ങൾക്കും ദൈവത്തിന്റെ വചനം ശുശ്രൂഷിപ്പാൻ എനിക്കും കടന്നു വരുവാൻ കർത്താവ് കൃപ നൽകിയതോർത്ത് സ്വർഗത്തിലെ ദൈവത്തിന് എല്ലാ മഹത്വവും അർപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നാം പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ സ്വർഗത്തിലെ ദൈവം തന്റെ വചനത്താൽ നമ്മെ മുന്നോട്ട് നയിക്കേണ്ടതിന് നാം പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുമ്പോൾ തന്നെ നാം കഴിഞ്ഞ രാത്രിയിൽ ചിന്തിച്ച അതേ വേദഭാഗത്ത് നിന്നുകൊണ്ട് തുടർന്നുള്ള കാര്യങ്ങളും ഈ രാത്രിയിലും ചിന്തിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടും. നാം മുഖവുര കൂടാതെ വചനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ രാത്രിയിൽ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 1 മുതൽ 9 വരെയുള്ള വേദഭാഗങ്ങൾ നാം പരിശോധിക്കുകയുണ്ടായി. ഇന്ന് നാം ആ 1 മുതൽ പരിശോധിച്ച 5 വരെയുള്ള വേദഭാഗങ്ങളിൽ നിന്ന് ഇന്നലെ ഞാൻ ചില യാഥാർത്ഥ്യങ്ങളെ 21-ാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിലുള്ള ദൈവജനത്തെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ആ നിലയിൽ ഇന്നും ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന യാഥാർത്ഥ്യത്തെ തുടർന്നുള്ള 6 മുതൽ 9 വരെയുള്ള വേദഭാഗങ്ങളിലൂടെ ഓർമ്മിപ്പിക്കുവാനായിട്ട് ഇന്നും ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇന്ന് നമുക്ക് അതിന്റെ 6-ാം വാക്യം മുതൽ 9 വരെയുള്ള ഭാഗം നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 13-ന്റെ 6 മുതൽ. അവൻ ഈ ഉപമയും പറഞ്ഞു. ഒരുത്തന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തെരഞ്ഞ് വന്നു, കണ്ടില്ല താൻ. അവൻ തോട്ടക്കാരനോട്, ഞാൻ ഇപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തെരഞ്ഞു വരുന്നു, കാണുന്നില്ല താൻ. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. അതിന് അവൻ, കർത്താവേ, ഞാൻ അതിന് ചുറ്റും കിളച്ച് വളം ഇടുവോളം ഈ ആണ്ടുകൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചില്ലെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് ഉത്തരം പറഞ്ഞു. ഈ വേദഭാഗവും നമുക്ക് സുപരിചിതമാണ്. ഞാൻ ഇന്നലെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഇതിന്റെ 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങളെയും ഈ 6 മുതൽ 9 വരെയുള്ള വേദഭാഗങ്ങളെയും അധികരിച്ചുകൊണ്ട് 2 വിഭാഗത്തെ ദൈവജനത്തിന്റെ മുമ്പാകെ ദൈവത്തിന്റെ വചനം അവതരിപ്പിക്കുകയുണ്ടായി. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്നാണ് വാഴ്ത്തപ്പെട്ടവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. തന്റെ മുമ്പിൽ ആഗതരായിരിക്കുന്നത് യഹൂദ ജനതയാണെങ്കിലും താൻ ഈ ലോകത്തോട് അഭിസംബോധന ചെയ്ത് സംസാരിച്ച ഒരു വളരെ വ്യക്തത നിറഞ്ഞ ഒരു ഭാഗമാണ് ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ സർവ്വജനവും മാനസാന്തരപ്പെടണമെന്ന് സ്വർഗത്തിലെ ദൈവം വളരെ വ്യക്തമായി സംസാരിച്ച വേദഭാഗം. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ മനുഷ്യർ നിത്യമായ നാശത്തിലേക്ക് പോകും. അത് തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ നമുക്കറിയാം 10-ാം വാക്യം. സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കും. അപ്പോൾ നിങ്ങൾ നശിച്ചു പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യമായ നാശത്തിലേക്ക്, ഞാൻ ഇന്നലെ ഓർമ്മിപ്പിക്കുകയുണ്ടായി, അഖില ജനകോടികളും നിത്യമായ നാശത്തിലേക്ക് കടന്നുപോകും എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടണം, മടങ്ങി വരണം. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവത്തെ കുറിച്ചുള്ള അറിവിലേക്ക്, പാപമോചനത്തിലേക്ക് നിങ്ങൾ മടങ്ങി വന്ന് പാപമോചനം പ്രാപിച്ച് വീണ്ടെടുക്കപ്പെട്ടവരായി മാനസാന്തരത്തിന് യോഗ്യമായ ഫലം ലോകത്തിലെ എല്ലാ മനുഷ്യരും കാഴ്ചവെക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ പരമപ്രധാനമായ ഉദ്ദേശം. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ സഹോദരി സഹോദരന്മാർ പാടിയ പാട്ടിലും ഈ സുവിശേഷത്തിന്റെ പ്രാധാന്യത. സുവിശേഷമല്ലാതെ മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് തിരിക്കുന്ന മറ്റൊരു സന്ദേശവും ഉലകത്തിലില്ല. ഏത് സന്ദേശം നാം പരിശോധിച്ചാലും, ഏത് സന്ദേശം നാം കണ്ടെടുക്കപ്പെട്ടാലും, ഇവിടെ ആരെല്ലാം പ്രസംഗിച്ചിട്ടുണ്ടോ, അത് രാഷ്ട്രീയമാകട്ടെ, മതമാകട്ടെ, ഏത് മേഖലകളിലുള്ളതാകട്ടെ, ആ പ്രസംഗങ്ങളെല്ലാം തന്നെ നാം പരിശോധിച്ചാൽ നമുക്കറിയാം, മനുഷ്യനെ യഥാർത്ഥമായി അവരുടെ ഹൃദയത്തിനും മാറ്റം വരുത്തി മാനസാന്തരത്തിലേക്ക് നയിച്ച് ആത്മീക ജീവിതത്തിലേക്ക് നയിക്കുവാൻ, അവനെ യഥാർത്ഥമായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുപ്പിക്കുന്ന മറ്റൊരു സന്ദേശവും ലോകത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് സുവിശേഷ സന്ദേശത്തിന്റെ പ്രത്യേകത. ആ സന്ദേശമാണ് പാപിയായ മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നത്. ആ സന്ദേശം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു, ആ വ്യക്തിയിൽ മാനസാന്തരം ഉണ്ടാകുന്നു, അർത്ഥാൽ പാപബോധം ഉണ്ടാകുന്നു. പാപബോധം കൊടുക്കുന്ന സന്ദേശം, അതാണ് സുവിശേഷ സന്ദേശം.
നമുക്കറിയാം ആ പാപബോധം ലഭിച്ച മനുഷ്യൻ ആ പാപബോധം ലഭിക്കുന്ന സമയത്ത് തന്നെ മാനസാന്തരം ഉണ്ടാകുന്നു. അതാണ് നമുക്ക് എല്ലാവർക്കും സംഭവിച്ചത്. മാനസാന്തരം ഉണ്ടായ മനുഷ്യൻ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു. അതാണ് കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ നിങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. നിങ്ങളുടെ മനസ്സിന് മാറ്റം വന്നിട്ട് ആദ്യം ചെയ്യേണ്ടത് സുവിശേഷത്തിലാണ് വിശ്വസിക്കേണ്ടത്. എല്ലാ മാനസാന്തരവും മാനസാന്തരമല്ല, വിശദീകരിക്കാൻ സമയമില്ല. എല്ലാ മാനസാന്തരവും മാനസാന്തരമല്ല. മാനസാന്തരം വന്ന വ്യക്തി സുവിശേഷത്തിൽ വിശ്വസിക്കണം. അങ്ങനെ സുവിശേഷത്തിൽ വിശ്വസിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഓർമ്മിപ്പിച്ചു അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം 19-ാം വാക്യം, ആകയാൽ നിങ്ങളുടെ പാപങ്ങളെ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. ലോകത്തിലെ അഖില മാനവരാശിയും തിരിയേണ്ട ഒരു സ്ഥലമുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം നമുക്കറിയാം, സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. സങ്കീർത്തനം 74:12 നാം വായിക്കുന്നുണ്ട്, അവൻ ഭൂമിയുടെ മധ്യേ രക്ഷ പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തിലെ സർവ്വ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമെന്ന് എല്ലാ മനുഷ്യരുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗത്തിലെ ദൈവം രക്ഷയൊരുക്കിയ സ്ഥലമാണ് ഭൂമിയുടെ പൊക്കിൽ കുടി എന്ന് പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം. അതിൽ ഗോൽഗുഥ മല, അവിടെയാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ അവൻ എല്ലാ മനുഷ്യരുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി തകർത്ത് കളഞ്ഞതും യേശു ക്രിസ്തു മരിച്ചതും അടക്കപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റതും നമുക്കറിയാം ഇസ്രായേൽ എന്ന രാജ്യം. ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാണ് പാപമോചനം, നിത്യനാശത്തിലേക്ക് പോകാതെ. അതാണ് ഇന്നലെ ഞാൻ ഓർമ്മിപ്പിച്ചത്. ആദ്യത്തെ കൂട്ടർ അവരോട് പറയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ നശിച്ചു പോകും. ഒന്നാമത്തെ കൂട്ടർ ഞാനൊന്ന് വിശദീകരിച്ചെന്ന് മാത്രം. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ കൂട്ടരോട് തന്റെ മുമ്പിലാഗതരായിരിക്കുന്ന കേൾവിക്കാരായിരിക്കുന്ന യഹൂദന്മാരോടാണ് പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ. നാം ഇന്നലെ നോക്കുകയുണ്ടായി, പ്രവാചകന്മാർ മുതൽ പറഞ്ഞു വന്നു നിങ്ങൾ മാനസാന്തരപ്പെടണം. മോശ പറഞ്ഞു നിങ്ങൾ മാനസാന്തരപ്പെടണം. യോശുവ പറഞ്ഞു നിങ്ങൾ മാനസാന്തരപ്പെടണം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പറഞ്ഞു മാനസാന്തരപ്പെടണം. പിന്നീടുള്ള എല്ലാ പ്രവാചകന്മാരും നിരന്നു നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, അല്ലയോ നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങൾ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. അവർ മാനസാന്തരപ്പെട്ടില്ല. നമുക്കറിയാം, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറഞ്ഞെങ്കിൽ അത് അങ്ങനെ തന്നെ ഒന്നാമത്തെ കൂട്ടർ നമ്മുടെ മുമ്പിൽ നശിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യരും നരകത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. അത് സഭയ്ക്കൊരു മുന്നറിയിപ്പാണ്. അവർ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത് ഞാൻ ഇന്നലെ ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ യഹൂദ ജനം നശിച്ചു പോകുമെന്ന് പറഞ്ഞു. നമുക്കറിയാം, പ്രവാസങ്ങളിലേക്ക് യാത്ര ചെയ്ത് അവർ നശിക്കുകയുണ്ടായി. അവർ വഷളായി പോകുകയുണ്ടായി. നശിച്ചു പോകുക എന്ന് പറഞ്ഞാൽ അവർ വഷളായി പോകുകയുണ്ടായി, പടുത്തുയർത്തുവാൻ പറ്റാത്ത രീതിയിൽ. പിന്നീട് നമുക്കറിയാം, സ്നാപക യോഹന്നാൻ വീണ്ടും അവരോട് മാനസാന്തരത്തിന്റെ പ്രസംഗം നടത്തി, നിങ്ങൾ മടങ്ങി വരിക, മാനസാന്തരപ്പെടുക. പക്ഷെ അവർ വിശ്വസിച്ചില്ല. യേശു ക്രിസ്തു അവരോട് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെടണം. നിങ്ങൾ എത്ര വട്ടം നിങ്ങളെ കരുണയോടെ എന്റെ അരികിൽ ചേർക്കുവാൻ എനിക്ക് മനസ്സായിരുന്നു, പക്ഷെ നിങ്ങൾക്കോ മനസ്സായില്ല. മാനസാന്തരപ്പെടാൻ മനസ്സില്ലായകയാൽ യഹൂദന്മാർ വീണ്ടും ശിക്ഷിക്കപ്പെട്ട കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഈ രണ്ട് കൂട്ടരുടെയും ശിക്ഷയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മൂന്നാമത്തെ കൂട്ടരുടെ കാര്യത്തെ മത്തായി സുവിശേഷം 21-ാം അധ്യായത്തിൽ ജാതികൾക്ക് ഫലം കൊടുക്കുന്ന ജാതികൾക്ക് കൊടുക്കുമെന്നുള്ള കാര്യത്തെ സൂചിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഉടയവനായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ആ പുത്രനെ അവർ കൈകാര്യം ചെയ്യുകയുണ്ടായി, പുത്രനെ കൊന്നുകളയുകയുണ്ടായി, വചനത്തെ നിഷേധിക്കുകയുണ്ടായി. ദൈവം അവരെ കൈവിട്ടു. ആ കൈവിട്ടതിന് ശേഷമാണ് നമുക്കറിയാം ദൈവം തെരഞ്ഞെടുത്തയാണ് വിജാതീയരായ പുറംജാതി നായ്ക്കൾ എന്ന് പറയുന്ന, എത്ര വലിയ ആഢ്യത്വം പറഞ്ഞാലും, എത്ര വലിയ കുടുംബ മഹിമ പറഞ്ഞാലും, എത്ര വലിയ സമ്പൽ സമൃദ്ധി പറഞ്ഞാലും, എത്ര നല്ല രാജ്യത്തിന്റെ പേര് പറഞ്ഞാലും, ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഇവിടത്തെയുള്ള യഹൂദന്റെ മുമ്പിൽ പുറംജാതി നായ്ക്കൾ എന്നാണ് ബൈബിൾ മറ്റുള്ള വിഭാഗക്കാരെ മുഴുവൻ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ പാട്ടുകാരൻ പാടിയതുപോലെ അഴുകിനാറും ശവസമാനരായ പാപികളായിരുന്ന അഴകില്ലാതെ കിടന്നിരുന്ന നമ്മളെ അഴക് നൽകുവാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു വന്നു. അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. സുവിശേഷത്തിൽ വിശ്വസിച്ചപ്പോൾ നമുക്ക് മാനസാന്തരം വന്നപ്പോൾ നമ്മെ ഫലം കൊടുക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം തെരഞ്ഞെടുത്തു. ഈ കാര്യമാണ് ഇന്നലെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഞാൻ അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുവാനായിട്ടൊന്ന് കണക്ട് ചെയ്യുവാനായിട്ട് അത്രയും കാര്യം ഓടിച്ച് പറഞ്ഞെന്ന് മാത്രം. അതുകൊണ്ട് ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. നമ്മുടെ സഭയിലാകട്ടെ, ഈ ശബ്ദവാഹിനിയിലൂടെ കേട്ട് ദൃശ്യമാധ്യമത്തിലൂടെ ദർശിക്കുന്നവരാകട്ടെ, രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്നാണ് ബൈബിൾ പറയുന്നത്. രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നശിച്ചു പോകുമെന്ന് പറഞ്ഞാൽ നിത്യമായ നരകത്തിലേക്ക് പോകും. അതുകൊണ്ട് രക്ഷയെക്കുറിച്ച് ചിന്തിക്കുകയും മാനസാന്തരപ്പെടുകയും രക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അത് സഭയിലുള്ള വിശ്വാസികളുടെ തലമുറകളായ
ഇതുവരെ സഭയിൽ വന്നിട്ടും രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ അവരായാലും, ശബ്ദം കേൾക്കുന്ന ദർശിക്കുന്ന ആരായാലും പ്രിയപ്പെട്ടവരെ, രക്ഷ അനിവാര്യമാണ്. അതൊരു മനുഷ്യൻ കരസ്ഥമാക്കണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് സഭയോട് വളരെ കൃത്യമായി വ്യക്തമായി സംസാരിക്കുന്ന വേദഭാഗമാണ് നാം പരിശോധിച്ചാൽ, പുതിയ നിയമത്തിലെ ഉപമകൾ എടുത്ത് പരിശോധിച്ചാൽ, പുതിയ നിയമത്തിൽ വാഴ്ത്തപ്പെട്ടവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഓരോ പ്രസംഗങ്ങൾ എടുത്ത് നാം പരിശോധിച്ചാൽ, കർത്താവായ യേശുക്രിസ്തു ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് നാം എടുത്ത് പരിശോധിച്ചാൽ, ഇതെല്ലാം നാം കൂട്ടിവെച്ച് അക്കമിട്ട് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, തന്റെ കാന്തയായ, തന്റെ ചങ്കിലെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പ്രാണനായ, താൻ സ്നേഹിക്കുന്ന, താൻ പ്രിയം വെക്കുന്ന, തന്റെ ചോര കൊടുത്തു വാങ്ങിയ തന്റെ ശരീരമാകുന്ന സഭയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കർത്താവിന്റെ പ്രസംഗങ്ങളെല്ലാം പുതിയ നിയമത്തിലൂടെ കടന്നു പോകുന്നത്. പുതിയ നിയമത്തിലെ പ്രസംഗങ്ങളെല്ലാം സഭയെ കേന്ദ്രീകരിച്ചുകൊണ്ട്, ദൃഷ്ടാന്തങ്ങളായിട്ട് ഇസ്രായേൽ ജനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ദൃഷ്ടാന്തങ്ങളായിട്ട് പല ഉപമകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ദൃഷ്ടാന്തങ്ങൾ നിരത്തി വെച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ സ്ഥാപിക്കപ്പെടാൻ പോകുന്ന അതിമഹത്വായ, ലോകം ദർശിച്ചിട്ടുള്ള, കാലം ദർശിച്ചിട്ടുള്ള, ഇനി ലോകം അമ്പരന്ന് പോകുവാനായിട്ടുള്ള ആ മണവാട്ടിയുടെ യാത്ര കണ്ട് അമ്പരന്ന് നിൽക്കുവാനുള്ള, മണവാളന്റെ യാത്ര കണ്ട് അമ്പരന്ന് നിൽക്കുവാനുള്ള മണവാട്ടി സഭയായ സഭയെ കുറിച്ചാണ് സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനിലൂടെ സുവിശേഷങ്ങൾ നാം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ സഭ സംജാതമായതിനു ശേഷം പൗലോസാകട്ടെ പത്രോസാകട്ടെ അപ്പോസ്തലന്മാർ മുഴുവൻ പ്രസംഗിച്ചതും നിങ്ങൾ നോക്കുക. ഉപദേശ ലേഖനങ്ങൾ എല്ലാം എടുത്തു നോക്കുക. സഭയെ കേന്ദ്രീകരിച്ചാണ് എല്ലാ ലേഖനങ്ങളുടെയും എഴുത്ത്. സഭയ്ക്ക് വെളിയിൽ നിന്നുകൊണ്ടൊന്നുമില്ല, സഭയോടാണ് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സഭയാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രിയപ്പെട്ടത്. സ്വർഗത്തിലെ ദൈവം എന്തെല്ലാം പദ്ധതികൾ ഈ അഖിലാണ്ടത്തിൽ ഉദ്ദേശിക്കുന്നുണ്ടോ, സുവിശേഷ പ്രവർത്തനം ഉദ്ദേശിക്കുന്നുണ്ടോ, എന്തെല്ലാം കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ, സ്വർഗത്തിലെ ദൈവം എന്തെല്ലാം കാര്യങ്ങൾ ഈ ഭൂമിയിൽ നടപ്പാക്കുവാൻ ആഗ്രഹിക്കുന്നുവോ, അത് നടപ്പാക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഈ ഭൂമിയിൽ നടപ്പാക്കുന്നത് സഭയിലൂടെ അല്ലാതെ മറ്റൊരു കാര്യത്തിലൂടെയുമല്ല. സഭയിലൂടെ അല്ലാതെ നടത്തപ്പെടുന്നതിനെ ഒന്നും ഒരിക്കലും ഫലം ചോദിക്കുവാനായിട്ട് യജമാനൻ വരികയില്ല. സഭയോടാണ് ചോദ്യം, സഭാ നേതൃത്വത്തോടാണ് ചോദ്യം. ഫലം എവിടെ എന്ന് ചോദ്യം കയ്യിൽ തന്നിരിക്കുന്ന, ആക്കി വെച്ചിരിക്കുന്ന സഭയിലെ നേതൃത്വ നിരയോട് തീർച്ചയായിട്ടും സ്വർഗത്തിലെ ദൈവം കണക്ക് തീർക്കുമ്പോൾ ചോദിക്കും, ഫലം എവിടെ എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം വളരെ കൃത്യമായിട്ട് പറയുകയാണ്, ഫലം തിരഞ്ഞു വരുന്ന ഒരു യജമാനനുണ്ട്. ചില ദൃഷ്ടാന്തങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഓരോ സഭയോടും വളരെ വ്യക്തവും തിട്ടവുമായിട്ട്, ശക്തമായിട്ടാണ് ഈ നൂറ്റാണ്ടുകളിൽ ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നത്. ഇതിനെ കവച്ചു വെച്ച് മറികടന്ന് കേൾക്കാതെ കടന്നുപോയാൽ നാം ഓരോരുത്തരും അതിന്റെ ശിക്ഷ വ്യക്തികളായിട്ടും കുടുംബങ്ങളായിട്ടും സഭകളായിട്ടും അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതിൽ നിന്ന് ഞാനും ഒഴിവുള്ളവനായിരിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ് സഭയോട്. ഇവിടെ സഭയെ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്, മാനസാന്തരപ്പെടുക. ഇതാണ് 13-ാം അധ്യായത്തിൽ ഇതിവൃത്തം എന്നുള്ളത് നമുക്കറിയാം. മാനസാന്തരപ്പെടുക, 3-ാം വാക്യവും 5-ാം വാക്യവും. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ സഭയോടും പറയുകയാണ്, നിങ്ങൾക്ക് മാനസാന്തരം ആവശ്യമാണ്. എല്ലാ സഭകൾക്കും മാനസാന്തരം ആവശ്യമാണ്. എല്ലാ വിശ്വാസികൾക്കും മാനസാന്തരം ആവശ്യമാണ്. മാനസാന്തരത്തിന് അനിവാര്യമായ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മാനസാന്തരം ആവശ്യമാണെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. അതിന് കാരണം എന്താണ് പ്രിയപ്പെട്ടവരെ? മാനസാന്തരത്തിന് അനിവാര്യമായ കാരണത്തെ കുറിച്ച് എന്തുകൊണ്ട് കർത്താവ് ഇങ്ങനെ പറയുന്നു എന്നുള്ളത് നിങ്ങൾ അതിന്റെ 13-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം നോക്കുക. ഞാൻ ഇപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം തന്റെ കാന്തയായ സഭയിൽ നിന്ന് ഫലം പ്രതീക്ഷിക്കുന്നു. അതിൽ നാം ഇന്നലെ കണ്ടു, ഇസ്രായേലിനെ കൊണ്ടുവന്ന് നല്ലൊരു നിലം തെരഞ്ഞെടുത്ത് നട്ടു, നല്ല ഫലത്തിനായിട്ട് കാത്തിരുന്നു. സഭയിലൂടെയും സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത് നല്ല ഫലങ്ങൾ ഉണ്ടാകണം. നല്ല ഫലം പുറപ്പെടുവിക്കുന്ന സഭയായി തിരുമല സഭ മാറണം. ലോകത്തിലെ എല്ലാ സഭകളും മാറണം. ഫലം പുറപ്പെടുവിക്കുന്ന സഭ. എന്താണ് ഫലം എന്ന് നാം പിന്നാലെ നോക്കും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ഫലം തിരഞ്ഞു വരുന്ന ഒരു യജമാനൻ ഉണ്ടെന്നുള്ള കാര്യം സഭ മറന്നു പോകരുത് എന്നുള്ളതാണ്. കാരണം എന്താണ് പ്രിയപ്പെട്ടവരെ? ഇത് മാനുഷികമായ രീതിയിൽ ഉടലെടുത്ത ഒരു പ്രസ്ഥാനമല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇവിടുത്തെ കേന്ദ്ര കമ്മിറ്റികൾ കൂടി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സഭയല്ല ഇത്. ജനാധിപത്യത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സഭയല്ല ഇത്. ജനാധിപത്യത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട സഭകൾ പലതുണ്ടായിരിക്കാം.
പക്ഷേ അതിലും ലോകത്തെ ചോദ്യം ചെയ്യുന്ന, ലോകത്തെ വിധിക്കുന്ന ഒരു സഭയുണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ സഭയാണ്. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ചങ്കിലെ രക്തത്താൽ, സ്വന്തം പുത്രന്റെ രക്തം കൊടുത്ത് വീണ്ടെടുക്കപ്പെട്ട സഭ. നമ്മെ ഓരോരുത്തരെയും തെരഞ്ഞെടുത്ത ഒരു യജമാനനുണ്ട്. നാം ഓരോരുത്തരും നമ്മുടെ ഇഷ്ടത്തിന് രക്ഷിക്കപ്പെട്ടതല്ല. താന്റെ വഴികളിലൂടെ യാത്ര ചെയ്ത് പാപത്തെ പാല് പോലെ ആസ്വദിച്ച് ജീവിച്ച പാരമ്പര്യത്തിന്റെയും അതുപോലെ പാപത്തിന്റെയും കെട്ടുപാടുകളിൽ കെട്ടപ്പെട്ട് കിടന്നിരുന്ന നമ്മെ ഓരോരുത്തരെയും അഴിച്ചുവിടുവാൻ മതങ്ങൾ ഉണ്ടായിരുന്നില്ല, മറ്റൊരു പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ പാപത്തെ തോൽപ്പിച്ച്, മരണത്തെ തോൽപ്പിച്ച്, അതിന്റെ കടുംകെട്ടുകളെ വിടുവിച്ച് നമ്മെ സ്വാതന്ത്ര്യത്തിന്റെ വിശാല ഭൂമിയിലേക്ക് നടത്തുവാൻ ആരുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ? എവിടെയുണ്ടായിരുന്നു മതം? എവിടെയുണ്ടായിരുന്നു രാഷ്ട്രീയ മീമാംസകൾ, താത്വിക ചിന്താഗതിക്കാർ? ആരും ഉണ്ടായിരുന്നില്ല. ഒരു വിദ്യാസമ്പന്നരും ഉണ്ടായിരുന്നില്ല, വിദ്യാവിഹീനരും ഉണ്ടായിരുന്നില്ല. നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാൻ ഒരുവൻ വരേണ്ടതായിട്ട് വന്നു. അവനാണ് നമ്മുടെ തോട്ടക്കാരനായ, വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശുക്രിസ്തു വന്ന് പാപത്തെയും മരണത്തെയും തോൽപ്പിച്ച് ആ അടിമ ചങ്ങലകളെ വിച്ഛേദിച്ച് സ്വാതന്ത്ര്യത്തിന്റെ വിശാല ഭൂമിയിലേക്ക് നമ്മെ നടത്തിയെങ്കിൽ, നമുക്ക് സ്വാതന്ത്ര്യം നൽകിയ, നമ്മെ വീണ്ടെടുത്ത ഒരു യജമാനനുണ്ട്. ഫലമന്വേഷിച്ചു വരുന്ന ഒരു യജമാനനുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിച്ചു കൊള്ളുക. നമ്മുടെ ഇഷ്ടത്തിന് ജീവിച്ച് ഈ തോട്ടത്തിൽ നിലത്തെ നിഷ്ഫലമാക്കുവാൻ യജമാനൻ അനുവദിക്കുന്നില്ല. രക്ഷിക്കപ്പെട്ടു, ഞാൻ ഇനി വേഗം സ്വർഗത്തിലേക്ക് പോകുമെന്ന് വിചാരിച്ച് ആരും ഇരിക്കേണ്ട. സ്വർഗത്തിലേക്ക് പോകും, പക്ഷെ ഫലമില്ലെങ്കിൽ ചോദ്യം ചെയ്യുന്ന, ഫലം കായ്ക്കുവാൻ ചെത്തുന്ന ഒരു തോട്ടക്കാരനുണ്ട് എന്നുള്ള കാര്യം വിശ്വാസികൾ മറന്നു പോകരുത്. നമ്മെ നോക്കുന്ന, നമ്മെ ശ്രദ്ധിക്കുന്ന, നമ്മിൽ ഫലം കായ്ക്കുന്നുണ്ടോ എന്ന് സഭയെ ദിനരാത്രങ്ങൾ നോക്കുന്ന, ശ്രദ്ധിക്കുന്ന ഒരു യജമാനനുണ്ട് എന്നുള്ള കാര്യം നേതൃത്വ നിരയും സഭാവിശ്വാസികളും മനസ്സിലാക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വെറുതെ ഉണ്ടായതല്ല തിരുമല സഭ. ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ദൈവത്തിന് ഉദ്ദേശമില്ലെങ്കിൽ ഇവിടെ സഭയുണ്ടാകുകയില്ല. ദൈവത്തിന് ഉദ്ദേശമില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ കേരളത്തിലേക്ക് മിഷണറിമാർ വരികയില്ല. ദൈവത്തിന് ഉദ്ദേശമില്ലെങ്കിൽ ഇവിടെ സഭകൾ രൂപീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഓരോ സ്ഥലം സഭയെ കുറിച്ചാണ് ഉദ്ദേശം. സഭയിൽ നിന്നാണ് ഫലം പുറത്തു വരേണ്ടത്. അത് സഭയോടുള്ള മുന്നറിയിപ്പാണ്. അതുകൊണ്ട് സഭയുടെ ഫലം അന്വേഷിക്കുന്ന ഒരു യജമാനനുണ്ടെന്നുള്ള കാര്യം ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് ഈ ഭാഗത്തുകൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഫലം തിരഞ്ഞു വരുന്ന യജമാനൻ. അതുകൊണ്ട് ഫലം കൊടുക്കാതെ നിഷ്ഫലമായി പോകുന്നവർ ഉണ്ടാകരുത്. ഇവിടെ പറയുന്ന ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. അത്തിയിൽ ഫലം തിരഞ്ഞു വന്നു, കാണുന്നില്ല താനും, അതിനെ വെട്ടിക്കളക. അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. നിലത്തെ നിഷ്ഫലമാക്കുക തോട്ടക്കാരന്റെ ദുഃഖമാണ് പ്രിയപ്പെട്ടവരെ. നിലത്തെ നിഷ്ഫലമാക്കി കളയുക. ഫലം കായ്ക്കേണ്ടതിന് തിരഞ്ഞെടുത്തിട്ട് അതിനെ നിഷ്ഫലമാക്കി കളയുന്നു. എങ്ങനെയാണ് ഫലം കൊടുക്കാതെ നിഷ്ഫലമാക്കി കളയുന്നത് പ്രിയപ്പെട്ടവരെ? അങ്ങനെ ഫലം കൊടുക്കാതെ നിഷ്ഫലമാക്കി കളഞ്ഞ സഭകളെ കുറിച്ചുള്ള മുന്നറിയിപ്പ് ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഈ സഭയ്ക്കായാലും, ഞാൻ ഉൾപ്പെട്ട സഭയ്ക്കായാലും, പ്രാദേശിക സഭകൾക്കെല്ലാം ഒരു മുന്നറിയിപ്പ് എന്നോണം പശ്ചിമേഷ്യയിൽ ഉണ്ടായിരുന്ന 7 സഭകളെ കുറിച്ച് വെളിപ്പാട് പുസ്തകം ഇന്നത്തെ തലമുറയ്ക്ക്, ഇന്നത്തെ സഭകളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ലോകത്തിന്റെ നെറുകയിൽ ഉദിച്ചുയർന്നു നിന്ന 7 സഭകളെ നമുക്കറിയാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 3-ാം അധ്യായം നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അവിടെ സഭകളെ കുറിച്ച് പറയുന്നുണ്ട്. സഭകളോട് പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ സഭകളോടും പറഞ്ഞു, നിങ്ങൾ ഏതിൽ നിന്ന് വീണെന്ന് നോക്കി മാനസാന്തരപ്പെടുക. എല്ലാ സഭകളോടും പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെടുക. നിങ്ങളിൽ നിന്ന് ഞാൻ ഫലം പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഗുണമുണ്ട്, പക്ഷേ നിങ്ങൾ മാനസാന്തരപ്പെടണം. ആവർത്തിച്ച് പറഞ്ഞു. അവിടെ ആരാണ് സംസാരിച്ചതെന്ന് അറിയാമോ പ്രിയപ്പെട്ടവരെ? അവിടെ സംസാരിച്ചത് ദൈവത്തിന്റെ ആത്മാവ്. കർത്താവ് കൽപ്പിക്കുന്നു. കർത്താവിനെ യോഹന്നാൻ കണ്ടത്, അവൻ നടക്കുന്നത് കണ്ടു. ആ നടക്കുന്നത് കണ്ട കർത്താവ് കൽപ്പിച്ചു. അവസാനം ഓരോ സഭകളോടും പറയാണ്, ആത്മാവ് പറയുന്നത് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് അരുളി ചെയ്യുന്നു. 21-ാം നൂറ്റാണ്ടിലും ഓരോ സ്ഥലം സഭകളിലും എഴുന്നേൽപ്പിക്കുന്ന, വിളിച്ചു വരുത്തി പ്രസംഗിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ സഭയിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കുന്ന ദൈവദാസന്മാരിലൂടെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ സഭകളോട് അരുളി ചെയ്യുന്ന വചനത്തെ അനുസരിച്ചില്ലെങ്കിൽ അതിനുള്ള മുന്നറിയിപ്പാണ് ഈ 7 സഭകൾ ഇന്നില്ല. നിങ്ങൾക്കറിയുമോ, ലോകത്തിൽ നെറുകയിൽ ഉദിച്ചു നിന്നിരുന്ന ഈ 7 സഭകൾ എവിടെ പോയി? പശ്ചിമേഷ്യയില് പരിശോധിക്കണം.
മാനസാന്തരപ്പെടുവാൻ മനസ്സില്ലായകയാൽ അതെല്ലാം മാറ്റിക്കളഞ്ഞു ദൈവം. നിലവിളക്കുകൾ എടുത്തു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെടണം. അവർ നരകത്തിൽ പോയെന്നല്ല, അവരിൽ നിന്ന് ഫലമില്ലാത്തത് കൊണ്ട്, നിഷ്ഫലമാക്കിയത് കൊണ്ട് ദൈവം രക്ഷിച്ച് വേണ്ടുന്ന ഭോജനം നൽകി, പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ നൽകി, ലോകത്തിലെ ഏറ്റവും വലിയ സംരക്ഷണ വലയം തീർത്തിരിക്കുന്ന അവന്റെ സഭയുടെ ശരീരത്തിലെ അവയവമാക്കി നമ്മെ മാറ്റി നിർത്തിയിട്ട്, വളർച്ചയ്ക്ക് വേണ്ട ഫലം, ഭക്ഷണം ആവശ്യം പോലെ നൽകിയിട്ട്, പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ നൽകിയിട്ട്, ദൈവദാസന്മാരെ നൽകിയിട്ട്, വചനം കണ്ഠക്ഷോഭം നടത്തി പ്രസംഗിക്കപ്പെട്ടിട്ടും പ്രിയപ്പെട്ടവരെ, രഹസ്യ പാപങ്ങൾ ഉപേക്ഷിക്കാതെ ലോകത്തിന്റെ മോഹങ്ങൾക്ക് പിന്നാലെ ഓടി, ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല എന്ന പോലെ പ്രിയപ്പെട്ടവരെ, പാപം ചെയ്തും ദൈവത്തെ ആരാധിച്ചും മുന്നോട്ട് പോയ എത്രയോ സഭകൾ ഇന്ന് നിഷ്ഫലമായി തീർന്നു, ഫലമില്ലാതെയായി തീർന്നു. ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കാതെയായി തീർന്നു, പ്രസംഗങ്ങളില്ലാതെയായി തീർന്നു, സുവിശേഷ പ്രവർത്തനങ്ങളില്ലാതെയായി തീർന്നു, ആത്മീക സന്തോഷമില്ലാതെയായി തീർന്നു, മറ്റു പലതിലും സന്തോഷം കണ്ടെത്തി സഭകൾ ശിഥിലീഭവിച്ചു കൊണ്ടുപോകുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ കാരണമായെന്ന് പറഞ്ഞത് നമുക്ക് ചൂണ്ടിക്കാണിച്ചു. തോട്ടക്കാരൻ ഇത് അന്വേഷിച്ചു വരുമ്പോൾ ഫലം കണ്ടില്ലെങ്കിൽ നിഷ്ഫലമായി കാണുന്ന, പരിശോധിക്കുമ്പോൾ നിഷ്ഫലമായിരിക്കുന്ന സഭകളെ അതിന്റെ വിളക്കുകൾ കെട്ടുകൊണ്ടിരിക്കുന്നു. അതല്ലേ എത്രയോ സഭാഹോളുകൾ താഴിട്ട് പൂട്ടേണ്ടതായിട്ട് വന്നു, എത്രയോ സഭാഹോളുകൾ ചിന്നിച്ചിതറി, സഭാ വിശ്വാസികൾ ചിന്നിച്ചിതറി, എത്രയോ കുടുംബങ്ങൾ, വ്യക്തി ജീവിതങ്ങൾ എല്ലാം വിശദീകരിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ദുഃഖകരം. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നമ്മെ ചൂണ്ടിക്കാണിക്കുകയാണ്. എന്താണ് അതിന് കാരണമെന്ന് പറഞ്ഞു. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നിങ്ങൾ വായിച്ചാൽ മതി. അവിടെ പറഞ്ഞു, കേട്ട വചനം അവർക്ക് വിശ്വാസമായി പരിണമിക്കായകയാൽ അവർക്കത് ഉപകാരമായി വന്നില്ല. ഇസ്രായേൽ ജനം കേട്ട വചനം അവർക്ക് വിശ്വാസമായി പരിണമിക്കായകയാൽ അവർക്ക് ഉപകാരമായി വന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കേൾക്കുന്ന വചനത്തെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യാതിരുന്നത് കൊണ്ട് അതവർക്ക് ഉപകാരമായി വന്നില്ല. ഇസ്രായേൽ ജനം ചിതറപ്പെട്ടു, അവരനുസരിച്ചില്ല, അവർ മാനസാന്തരപ്പെട്ടില്ല, അവർ ശിക്ഷിക്കപ്പെട്ടു. അത് തന്നെയാണ് ഓരോ സഭകൾക്കും സംഭവിക്കുന്നത്. കേൾക്കുന്ന വചനത്തെ അനുസരിക്കായകയാൽ ശിക്ഷാവിധി വന്നുകൊണ്ടിരിക്കുന്നു. യാതൊരു തർക്കവുമില്ല പ്രിയപ്പെട്ടവരെ. എത്രയോ ദുഃഖിക്കുന്ന അമ്മമാർ, എത്രയോ ദുഃഖിക്കുന്ന പിതാക്കന്മാർ, എത്രയോ ദുഃഖിക്കുന്ന ഭാര്യമാർ, എത്രയോ ദുഃഖിക്കുന്ന ഭർത്താക്കന്മാർ, അതുപോലെ എത്രമാത്രം മോശമായ, നമുക്ക് സഭ്യമായി പറയാൻ കഴിയാത്ത മേഖലയിലൂടെ ക്രൈസ്തവ ജനത, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ യാത്ര കണ്ട് അമ്പരന്ന് നിൽക്കുന്ന ഈ നൂറ്റാണ്ട് പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത്, മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക, ദൈവവചനത്തിലേക്ക് മടങ്ങി വരിക എന്ന് പറയുന്നത്. ഈ വചനം നിങ്ങൾക്ക് വിശ്വാസമായി പരിണമിക്കായിക വന്നാൽ എന്ന് പറഞ്ഞാൽ, കേൾക്കുന്ന വചനത്തെ അനുസരിക്കായിക വന്നാൽ ഒന്നാമത് സഭയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഇതാണ് വെളിപ്പാട് പുസ്തകത്തിലെ സഭകൾക്ക് സംഭവിച്ചത്. ഓരോ സഭകൾക്കും സംഭവിക്കും. ഒന്നാമത് ദുരുപദേശം കടന്നു വരും. ഇവിടെ സമയമില്ലെങ്കിൽ ഞാൻ ഓടിച്ചു പറഞ്ഞു പോകാം. പ്രിയപ്പെട്ടവരെ, ഒന്നാമത് നാം മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, നാം മടങ്ങി വന്നില്ലെങ്കിൽ, നാം ദൈവവചനം കേട്ടിട്ട് അത് അനുസരിക്കാതെ പോയാൽ, മാനസാന്തരം നമുക്കുണ്ടായില്ലെങ്കിൽ ഒന്നാമത് സഭയിലേക്ക് കടന്നു വരുന്നതാണ് ദുരുപദേശം. ദുരുപദേശം എന്ന് പറയുന്ന ആ ഉപദേശങ്ങൾ ഈ സഭയിൽ വന്ന് ഇടിച്ചു തകർത്ത് കളയും. നിങ്ങൾ വെറുതെ എല്ലാം വിശദീകരിക്കുന്നില്ല. ദുരുപദേശം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും യഹോവ സാക്ഷികളെ പോലുള്ള അല്ലെങ്കിൽ മറ്റുള്ള വിഭാഗക്കാരെ പോലുള്ള ഉപദേശങ്ങളാണോ സഭയിലേക്ക് വരുന്നതെന്ന്. അതിനെല്ലാം കടന്നു വരുന്നതിന്റെ ഒരേ ഒരു കാരണം ഞാൻ ഇങ്ങനെ പറയാം. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന ഉപദേശങ്ങളാണ് ഇന്ന് സോഷ്യൽ മീഡിയകൾ വഴി, പത്രമാധ്യമങ്ങൾ വഴി ഇന്ന് ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ യുവതലമുറകളുടെ കയ്യിലേക്ക് വരുന്ന ഓരോ മെസ്സേജുകളും നിങ്ങളെടുത്ത് പരിശോധിച്ചു കൊള്ളുക. യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നതാണ്. അങ്ങനെയാണ് മെല്ലെ സഭയിലേക്ക് ദുരുപദേശങ്ങൾ കടന്നു വരുന്നത്.
യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വ്യക്തമായ അവബോധമില്ലെങ്കിൽ, യേശു ക്രിസ്തു ഏക ദൈവമെന്നുള്ള പഠനം നമ്മുടെ സഭകളിൽ നടന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള യഥാർത്ഥമായ പഠനം ഓരോ സഭകളിലും നടന്നില്ലെങ്കിൽ, ഒന്നാമത് നമ്മുടെ തലമുറ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കും. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവെന്ന ഈ ത്രിയേക ദൈവത്തിന്റെ ദൈവത്വത്തെ കുറിച്ചുള്ള പഠനത്തെ ഓരോ സഭകളും അതാത് ദൈവദാസന്മാരിലൂടെ അല്ലെങ്കിൽ സഭകൾ പഠനം കൊണ്ടുവന്നില്ലെങ്കിൽ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയട്ടെ, അടുത്ത ജനറേഷൻ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തിൽ വിശ്വസിക്കുകയില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് യേശു ക്രിസ്തു ദൈവമാണെന്നറിയുന്ന എത്ര വാക്യങ്ങൾ അറിയാം? യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ അറിയുന്ന എത്ര വാക്യങ്ങൾ അറിയാം? നാം പരിശോധിക്കണം പ്രിയപ്പെട്ടവരെ. നാം അവരെ പഠിപ്പിക്കണം, നാം പഠിക്കണം. യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനാണ് നാം ആദ്യം പഠിക്കേണ്ടത്. നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അതെല്ലാം നാം ചെയ്യുന്നുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ പ്രാർത്ഥിക്കുന്ന, നാം അനുസരിക്കുന്ന യേശു ക്രിസ്തു ആരാണെന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കണം. യേശു ക്രിസ്തുവായിട്ട് അവർക്ക് എന്തുമാത്രം അവർ ഏകീഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ പ്രത്യയശാസ്ത്രങ്ങൾക്ക് വേണ്ടി മരിക്കുന്ന ഓരോ രക്തസാക്ഷികളെയും നിങ്ങൾ എടുത്തുകൊള്ളുക. അവർ മരിക്കുന്നത് ഈ ലോകത്തിലെ പ്രത്യയശാസ്ത്രങ്ങൾക്ക് വേണ്ടി ഇഴുകിച്ചേർന്നതുകൊണ്ടാണ്. അവരെ വെട്ടിയിടുമ്പോഴും ആ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി അവർ കൈ ചുരുട്ടി ഇൻക്ലാബ് വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിനോട് അവർ ഏകീഭവിച്ചു കഴിഞ്ഞു. നിങ്ങൾ ദൈവവചനത്തിലേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവുമായിട്ട് നമുക്കൊരു ഏകീഭാവമില്ലെങ്കിൽ, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വ്യക്തമായ തിട്ടമായ അറിവും ബോധവും നമുക്കില്ലെങ്കിൽ, അവന്റെ ദൈവത്വത്തെ കുറിച്ച് നമുക്കില്ലെങ്കിൽ, ദുരുപദേശങ്ങൾ എത്രയും വേഗം സഭയെ ഇടിച്ചു നിരത്തി കളയും. അതിൽ യാതൊരു തർക്കമില്ല. ഞാൻ അതിന് യാതൊരു വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്നുള്ളതാണ്, ഈ വചനം കേട്ട് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ പാപം, വ്യക്തിപരമായ പാപം നമ്മെ കീഴ്പ്പെടുത്തും. ദുരുപദേശത്തിന്റെ പിന്നാലെ വ്യക്തിപരമായ പാപം നമ്മുടെ യുവാക്കന്മാരെ, യുവതികളെയെല്ലാം വ്യക്തിപരമായ പാപം കീഴടക്കിയിട്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് നമുക്കറിയാം, ആത്മീക കാര്യങ്ങളെക്കാൾ കൂടുതൽ നമ്മുടെ തലമുറ ലോകത്തിലെ കാര്യങ്ങളെ ചിന്തിക്കുന്നത്, ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടുന്നത്. മടങ്ങി വരേണ്ട കാലമാണിത് എന്ന് പറഞ്ഞാൽ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആത്മീക കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം പഠിക്കുക എന്നുള്ളത്. ഞാൻ ഇങ്ങനെ പറയാം, രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്തു. എന്തിനാണ് സഭയിൽ കൊണ്ടുവന്നിരിക്കുന്നത്? കാന്തൻ എന്തിനാണ് ഈ സഭയിൽ കൊണ്ടുവന്നിരിക്കുന്നത്? രക്ഷിക്കപ്പെട്ട നമ്മളെയെല്ലാം കൊണ്ടുവന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം നമ്മെ വളർത്തുവാനാണ്, ഫലം കായ്ക്കേണ്ടതിന് വളർത്തുവാൻ. ഞങ്ങൾ ഇന്ന് സംസാരിച്ചതുപോലെ നമ്മളെല്ലാം ഫലം പ്രതീക്ഷിക്കുന്നത്, ഫലം കായ്ച്ചില്ല എന്ന് പറയുന്നത് എപ്പോഴാണ്? അവൻ 12ാം ക്ലാസ്സോ 10ാം ക്ലാസ്സോ എത്തുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇവൻ ചുവല്ല എന്ന്. 12ാം ക്ലാസ്സോ 10ാം ക്ലാസ്സോ എത്തുമ്പോഴാണ് മയക്കുമരുന്നിനും മദ്യത്തിനും നമ്മുടെ മക്കളും അടിമയാണെന്ന് ചില മാതാപിതാക്കൾ ഞെട്ടലോടെ ശ്രദ്ധിക്കുന്നത്. അവൻ വളർന്നു കഴിഞ്ഞപ്പോഴാണ്. അവിടെയല്ല ശ്രദ്ധിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ. അവർ കുഞ്ഞായിരിക്കുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട പോഷകാഹാരം കൊടുക്കേണ്ടത് സഭയാണ്. ഈ സഭയാണ് അവരെ വളർത്തേണ്ടത്. സഭയിൽ എഴുന്നേൽക്കുന്ന ദൈവദാസന്മാരാണ് ദൈവത്വത്തെ കുറിച്ച്, യേശുക്രിസ്തുവിനെ കുറിച്ച് അവരെ പഠിപ്പിക്കേണ്ടത്. യേശുക്രിസ്തുവായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധത്തിലേക്ക് അവർ കടന്നു വരേണ്ടത് സഭ മുഖാന്തരമാണ്, പഠനത്തിലൂടെ. ഒന്നാമത്തെ കളരി വീട്ടിലാണ്. മാതാപിതാക്കളാണ് അതിന് വലിയ ഉത്തരവാദിത്വം ദൈവം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ മക്കളെ നൽകുമ്പോൾ അവരെ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിലൂടെ, ദൈവവചനത്തിലൂടെ നടത്തുവാൻ ഒന്നാമതായിട്ട് ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കാണ്. അതുകൊണ്ടാണ് പറയുന്നത്, എന്റെ ജീവിതത്തെ ശ്രദ്ധിക്കുന്നത് നാട്ടുകാരെക്കാൾ, സഭാ വിശ്വാസികളെക്കാൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്റെ മക്കളായിരിക്കും. എന്റെ ജീവിതത്തെ ശ്രദ്ധിക്കുക. ഞാൻ എന്റെ വീട്ടിൽ മോശമായ ജീവിതമാണ് കാഴ്ചവെക്കുന്നതെങ്കിൽ എന്റെ മക്കൾ അത് തന്നെ പ്രവർത്തിക്കും. അതുകൊണ്ട് ആദ്യം സാക്ഷ്യം വേണ്ടത് വീട്ടിലാണ്, മറ്റൊരു വിഷയം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്തമുണ്ട്, സഭയ്ക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇല്ല എങ്കിൽ 10ാം ക്ലാസ്സോ 12ാം ക്ലാസ്സോ എത്തുമ്പോൾ ചങ്കത്ത് കൈവച്ചിട്ട് കാര്യമില്ല, അതൊന്നിന്ന് തുടങ്ങണം. അതുകൊണ്ട് വ്യക്തിപരമായ പാപം എല്ലാവരെയും കീഴടക്കിയാണ്. ഈ വ്യക്തിപരമായ പാപം നമ്മുടെ ഹൃദയത്തിൽ ഉള്ളിടത്തോളം കാലം പ്രിയപ്പെട്ടവരെ, മാനസാന്തരം നമുക്കില്ലെങ്കിൽ, ദൈവവചനം കേട്ടിട്ട് പാപത്തെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ സഭ ചൈതന്യമായിട്ട് വളരുകയില്ല. ആ സഭയ്ക്ക് യാതൊരു പ്രയോജനം ഉണ്ടാകുകയില്ല. ഒരു കാര്യം ഞാൻ പറയാം, പാട്ടുണ്ടാകും, പ്രാർത്ഥനയുണ്ടാകും,
അപ്പം മുറിക്കലുണ്ടാകും, എല്ലാ കാര്യങ്ങളും അവിടെ നടക്കും. പക്ഷേ ദൈവം ഉദ്ദേശിക്കുന്ന ഫലം ആ സഭയ്ക്കുണ്ടാകില്ല. എന്താണ് സഭ ഫലം എന്നുള്ളത് ഞാൻ പിന്നാലെ പറയുന്നതാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം വ്യക്തിപരമായ പാപമാണ്. ആ പാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ഇന്ന് രാത്രി നാം പരിശോധിക്കേണ്ടതാണ്. മൂന്നാമത്തെ കാര്യമാണ് ഭിന്നത. അത് മൂന്നാമത്തെ കാര്യം. ഈ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, പാപങ്ങൾ ഉപേക്ഷിച്ച് മടങ്ങി വന്നില്ലെങ്കിൽ, ഇതിനെല്ലാം വാക്യങ്ങൾ ഉണ്ടെങ്കിലും വിശദീകരിക്കുവാൻ സമയമില്ല, ഓടിപ്പോകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവത്തിന്റെ വചനം കേട്ട് നാം മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, നാം മടങ്ങി വന്നില്ലെങ്കിൽ, ഇന്ന് രാത്രി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നാം ദൈവസന്നിധിയിലേക്ക് വന്നില്ലെങ്കിൽ, വെളിപ്പാട് പുസ്തകത്തിലെ സഭയെ ചൂണ്ടിക്കാണിച്ചതുപോലെ അവരിലേക്ക് കടന്നു വന്നതാണ് 1 ദുരുപദേശം, 2 പാപം, 3 ഭിന്നത. ഇതെല്ലാം സഭകളിൽ ഉണ്ടായി. അതുകൊണ്ട് മൂന്നാമത് വരുന്നതാണ് ഭിന്നത. ഞാൻ പറയട്ടെ, മാനസാന്തരമില്ലാതെ വ്യക്തിപരമായി പാപം ചെയ്ത് ജീവിക്കുന്ന വിശ്വാസികളുള്ള സഭയിൽ ഭിന്നതയുണ്ടാകും. അതിൽ യാതൊരു തർക്കമില്ല. ഭിന്നതയുണ്ടായി കഴിഞ്ഞാൽ ഒരു സഭ 4 or 5 സഭകളായിട്ട് പിരിഞ്ഞു പോകുന്നു. നമുക്ക് വളർച്ചയുണ്ട്, പെരുകുന്നുണ്ട്, പക്ഷെ സഭകൾ എങ്ങനെയാണ്? ചിന്നിച്ചിതറിയാണ്. പ്രിയപ്പെട്ടവരെ, അതുണ്ടാകുവാനുള്ള കാരണം എന്നുള്ളത് മാനസാന്തരമില്ലാത്തത് കൊണ്ടാണ്. ഞാനിങ്ങനെ തുറന്നു പറയുന്നത് കൊണ്ട് നിങ്ങൾ വിഷമം തോന്നരുത്. എന്നെ നിങ്ങൾ ഇനി വിളിച്ചാലും വേണ്ടില്ല, ഈ ദൃശ്യമാധ്യമത്തിലൂടെ കാണുന്ന ആരും വിളിച്ചില്ലെങ്കിലും വിരോധമില്ല, ആരും മൈൻഡ് ചെയ്തില്ലെങ്കിലും വിരോധമില്ല. ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്കിക്കൊള്ളുക. അവസാനത്തെ പ്രസംഗമായിക്കോട്ടെ, എനിക്ക് ഒരു വിഷമവുമില്ല, പക്ഷെ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ദൈവത്തിന്റെ വചനം കേട്ടിട്ട് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നാം മടങ്ങി വന്നില്ലെങ്കിൽ, തീർച്ചയായിട്ടും ആ സഭ ഭിന്നതയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വ്യക്തിപരമായ പാപം മൂടിവെച്ചാൽ തീർച്ചയായിട്ടും ആ സഭ ഭിന്നതയിലേക്ക് പോകും. പ്രിയപ്പെട്ടവരെ, ദുരുപദേശത്തെ തടഞ്ഞു നിർത്തുവാൻ സഭ നടത്തുന്നവർക്ക് കഴിയാതെ വരും. ഇവിടെ മറ്റൊരുവൻ എഴുന്നേറ്റ് നിന്ന് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിനെതിരെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ അതങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് വളർന്നിട്ട് പഠിപ്പിച്ചാൽ കഴിയില്ല. അവരതിനോട് പ്രതികരിക്കണമെങ്കിൽ, പുറമേ കേൾക്കുമ്പോൾ പ്രതികരിക്കണമെങ്കിൽ, അവരുടെ കയ്യിലുള്ള മീഡിയ വഴി വരുന്നതിനോട് പ്രതികരിക്കണമെങ്കിൽ, അതവർക്ക് ഏശാതിരിക്കണമെങ്കിൽ അവരെ നാം പഠിപ്പിക്കണം. സഭയിൽ നാം ഈ സദുപദേശത്തെ പഠിപ്പിക്കുവാൻ തയ്യാറാകണം. ഇതാ ആ വെളിപ്പാട് പുസ്തകത്തിലെ സഭകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഇന്ന് ആ സഭകൾക്ക് സംഭവിച്ചത് തന്നെ കേരളത്തിലെ സഭകൾക്കും സംഭവിക്കും വരാൻ പോകുന്ന നാളുകളിൽ എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഇത് ദൈവാത്മാവ് പറയുന്നു, ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നമ്മുടെ ഇടയിലും ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അത് നമുക്ക് വരാതിരിക്കുവാനാണ് സ്വർഗത്തിലെ ദൈവം അതാത് സ്ഥലം സഭകളിൽ എഴുന്നേൽപ്പിക്കുന്ന ദൈവദാസന്മാരിലൂടെ അതിശക്തമായിട്ട് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. ഇത് ബൈബിൾ കോളേജ് വേണം നമുക്ക്, പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് സഭയിൽ പഠനമാണ്. സഭയാണ് യഥാർത്ഥത്തിൽ ബൈബിൾ കോളേജ്. ഞാൻ ഇങ്ങനെ തന്നെ പറയാം, നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും പ്രതികരിച്ചില്ലെങ്കിലും പ്രിയപ്പെട്ടവരെ, സഭയാണ് ബൈബിൾ കോളേജുകളായി മാറേണ്ടത്. എന്ന് പറഞ്ഞാൽ ദൈവവചന പഠനമില്ലെങ്കിൽ നമുക്ക് നിലനിൽക്കുവാനായിട്ട് കഴിയില്ല. സമയമില്ലല്ലോ. നമുക്ക് ജയിക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെ നിങ്ങളോട് ചോദിക്കട്ടെ, ഇവിടത്തെ ഇന്ത്യ മഹാരാജ്യം യുദ്ധം ചെയ്യുമ്പോൾ ജയിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? റിസർവ് ബാങ്കിൽ പണം ഉണ്ടായാൽ മതി. എന്നേക്കാൾ കൂടുതൽ അറിയുന്നവരാണ് നിങ്ങൾ. എന്ത് വേണം? ചോദ്യം ചോദിക്കുകയല്ല, എങ്കിലും എന്ത് വേണം? നമുക്ക് വെപ്പൺസ് വേണം. നമുക്ക് അതിന് ട്രെയിനഡ് ആയിരിക്കുന്ന ആര് വേണം? കമാൻഡോകൾ വേണം, അല്ലെങ്കിൽ സോൾജർ പട്ടാളക്കാർ വേണം. അത് കര, നാവിക, വ്യോമസേന വേണം. വേണ്ടേ? കുഞ്ഞുങ്ങൾക്കറിയാം, വേണം. ഓക്കെ, ഇതില്ലാത്ത രാജ്യത്തിന്റെ സ്ഥിതി എന്താ? ഇതില്ലാത്ത രാജ്യത്തിന്റെ സ്ഥിതി ഇത്രേ ഉള്ളൂ. എല്ലാരും കൂടെ ചെന്ന് മറ്റേ രാജാവിന്റെ കാലിലെ കീഴിൽ വീഴും. ഞങ്ങൾക്കുള്ളതൊക്കെ നിനക്ക് തരാം, കൊല്ലരുത്, ഇവിടെ ജീവിച്ചോളാം. അവനെ എതിർത്ത് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? വെപ്പൻ. ഇപ്പൊ പിശാചിന്റെ മുമ്പിൽ എല്ലാരും ഇതാ ചെയ്യണേ, ചതിക്കരുത്, കൊല്ലരുത്, ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ, ഞാൻ ഒരു ഉപദ്രവത്തിനുമില്ല. പ്രിയപ്പെട്ടവരെ, അവൻ പരാജയപ്പെട്ടു പോകുകയാണ്. നമുക്ക് ഈ യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ നമുക്ക് ആയുധം വേണം. നമുക്ക് ആയുധം എവിടെയാണ്? നമ്മുടെ ആയുധം എന്താണ്? എവിടെയാണ് നമ്മുടെ ആയുധം? നമുക്ക് പോരാട്ടമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞു. പൗലോസ് പല ലേഖനങ്ങളിലൂടെ നമ്മെ ഓർമ്മിപ്പിച്ചു. നമുക്ക് പോരാട്ടമുണ്ട്. ആരോടാണ് പോരാട്ടം? ദുഷ്ടാത്മസേനയോട് പോരാട്ടമുണ്ട്. നമുക്ക് ശക്തമായ പോരാട്ടം, ജഡരക്തങ്ങളോടല്ല, ദുഷ്ടാത്മസേനകളോട് പോരാട്ടമുണ്ട്. പ്രിയപ്പെട്ടവരെ, പോരാടണമെങ്കിൽ ഒരു യോദ്ധാവിന് എന്ത് വേണം?
ആയുധം വേണം, അറിവ് വേണം, പരിശീലനം വേണം. അതിന്റെ ക്യാമ്പാണ് സഭ. മനസ്സിലായോ? ഓരോ വിപ്ലവാത്മകരമായ പടയാളികളെ വാർത്തെടുക്കുന്ന, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം കേരളത്തിന്റെ മണ്ണിലേക്ക്, ഇന്ത്യയുടെ മണ്ണിലേക്ക് രക്തസാക്ഷിത്വത്തിന് വേണ്ടി കടന്നു വന്ന ഓരോ മിഷണറിമാരും ഓരോ സഭകളിൽ നിന്നാണ് വന്നത്. അവരെ അവിടെ വാർത്തെടുക്കുകയായിരുന്നു, അവിടെ ദൈവവചനം പഠിപ്പിക്കുകയായിരുന്നു. അവിടെയെല്ലാം നമുക്കറിയാം വെയിൽസ് പോലുള്ള രാജ്യങ്ങളിൽ ഉണ്ടായ ഉണർവിന്റെ പശ്ചാത്തലത്തിൽ ഓരോ സഭകളും ഇംഗ്ലണ്ടിലുമെല്ലാം ഉണർന്നപ്പോൾ അവിടെയെല്ലാം ശക്തരായ മിഷണറിമാർ ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. അവർ ആയുധം പേറി വന്നതുകൊണ്ടാണ് ഇരുളടഞ്ഞ ഈ മണ്ണിലെ അന്ധകാര ശക്തികളെ വെട്ടിവീഴ്ത്തി നമ്മയെല്ലാം സുവിശേഷത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് നയിച്ച മിഷണറിമാർ എത്ര പേർ ഇന്ത്യ മഹാരാജ്യത്തിൽ ഉറങ്ങുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, ധീര രക്തസാക്ഷികളായിട്ട്. അവരായുധം പേറി വന്നു. ആ ആയുധത്തെ കൊടുക്കുന്ന, പരിശീലിപ്പിക്കുന്ന സ്ഥലം സഭയാണെന്നുള്ളത് ഒന്നും കൂടെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അല്ലാത്ത ഒരു സ്ഥലത്തും ഈ അഭ്യാസം പഠിപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല. സഭയ്ക്ക് കഴിയുന്നു എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സഭയിലൂടെ മൂപ്പന്മാർക്കേ സഭയുടെ വേദന അറിയുള്ളൂ. പിറന്നു വീഴുന്ന ഒരു കുഞ്ഞിന്റെ വേദന അമ്മയ്ക്കറിയുന്നത് പോലെ സഭാമൂപ്പന്മാർക്കും ഇടയന്മാർക്കും ഉപദേഷ്ടാക്കന്മാർക്കുമാണ് ഈ സഭയുടെ വേദന അറിയുകയുള്ളൂ. അവരാണ് പഠിപ്പിക്കേണ്ടത്. പഠിച്ചവർ പഠിപ്പിക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആയുധം വേണം. എഫെസ്യ ലേഖനം 6-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ മതി. ആയുധമുണ്ട്. ഓരോ ആയുധമേന്താൻ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു വാളിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. 17-ാം വാക്യം, വചനം എന്ന ആത്മാവിന്റെ വാള്. വചനം. ആ വചനമാണ് നാം പഠിക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കളരികൾ സഭയായി മാറണം. നിങ്ങൾ ഡോക്ടറേറ്റിന് പഠിക്കുന്നതിനേക്കാൾ, എഞ്ചിനീയറിംഗിന് പഠിക്കുന്നതിനേക്കാൾ, നിങ്ങൾ ഈ ലോകത്തിലെ അറിവിന് പഠിക്കുന്നതിനേക്കാൾ, പ്രിയപ്പെട്ടവരെ നിങ്ങൾ അന്യരാജ്യങ്ങളെ ആഗ്രഹിക്കുന്നതിനേക്കാൾ, നിങ്ങൾ ഈ ലോകത്തിലെ മറ്റെന്തും ആഗ്രഹിക്കുന്നതിനേക്കാൾ, നിങ്ങൾ ദൈവവചനത്തെ ആർജിച്ചെടുക്കുവാൻ ആഗ്രഹിച്ചാൽ നിങ്ങളുടെ മക്കളുടെ നന്മ കണ്ട് കല്ലറകളിലേക്ക് യാത്ര ചെയ്യാം, നിത്യതയിലേക്ക് മാറ്റപ്പെടാം. കർത്താവ് വരാൻ വൈകിയാൽ. ഇല്ല എങ്കിൽ അനേക മാതാപിതാക്കൾ മക്കളുടെ നന്മയ്ക്ക് പകരം തിന്മ കണ്ട് മാറത്തടിച്ച് കരയുന്ന വിശ്വാസ കുടുംബങ്ങളുണ്ട്. കാരണം എന്താണെന്നറിയാമോ? പഠനമില്ല, ദൈവവചനത്തെ കുറിച്ച് യാതൊരു അവബോധമില്ല. ഇട്ടുമൂടാൻ പണമുണ്ടായിരിക്കാം, അറിവുണ്ടായിരിക്കാം, ബലമുണ്ടായിരിക്കാം, ശക്തി ഉണ്ടായിരിക്കാം. പക്ഷേ ഈ പരിശുദ്ധാത്മാവാകുന്ന വചനമെന്ന വാളില്ലെങ്കിൽ നമ്മുടെ മക്കൾ ഈ ലോകത്തിൽ പരാജയപ്പെട്ടു പോകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തലമുറ നാം ശക്തരായിട്ട് നിൽക്കണം. ഇല്ലെങ്കിൽ ദുരുപദേശം സഭയിലേക്ക് വരും. വ്യക്തിപരമായി പാപം കടന്നു വരും. ഓരോ വിശ്വാസികളും പരാജയപ്പെട്ടാൽ പാപം താണ്ഡവ നൃത്തമാടും സഭ. അതുകൊണ്ടല്ലേ പ്രേമ വിവാഹങ്ങളും ഒളിച്ചോട്ടങ്ങളും ലവ് ജിഹാദ് പോലുള്ള കാര്യങ്ങളിൽ പോലും നമ്മുടെ മക്കൾ ചെന്ന് വീഴുവാനുള്ള കാരണം എന്താണെന്ന് ഈ കാലഘട്ടത്തിൽ നാം ഒന്ന് തുറന്നു ചിന്തിക്കണം. ദൈവവചനത്തിന്റെ, യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ചുള്ള പഠനം നമ്മിൽ നിന്ന് അകന്നുപോയി. നാം 12 വയസ്സാവുമ്പോൾ അവനെ നേരെയാക്കാൻ നോക്കരുത്. എന്റെ അഭിപ്രായം പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടുന്ന കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതലേ അവർ വളർന്നു വരുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യത ദൈവവചനത്തിനും സഭയ്ക്കും യോഗങ്ങൾക്കും കാര്യങ്ങൾക്കും അവർ നാം പഠിപ്പിച്ചില്ലെങ്കിൽ അവരെ 10-12 വയസ്സായ അവരെ കിട്ടില്ല കേട്ടോ. നാം തുടങ്ങണം. ഞാൻ ചോദിക്കട്ടെ, എന്നെ ഇനി പിടിച്ച് മിലിറ്ററി ചേർത്താൻ എന്തായിരിക്കും സ്ഥിതി? വല്ലതും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് സഭയിൽ നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. ഈ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന് എല്ലാവരും മക്കളാണ്. നാം പഠിച്ചുകൊണ്ടേയിരിക്കണം. ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ദുരുപദേശവും പാപവും സഭയിലേക്ക് ഇടിച്ചു കയറി സഭ ഭിന്നതയിലേക്ക് പോകും. നാളിതുവരെ മിണ്ടിപ്പറഞ്ഞ് ഉണ്ടുറങ്ങി സന്തോഷത്തോടുകൂടെ മുന്നോട്ട് പോയ സഹോദരന്മാർ അവർ വിഭിന്നരായി മാറും. ഇത് സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം എന്താണ്? രഹസ്യമായ പാപം വ്യക്തിപരമായ ജീവിതത്തിൽ, സാമ്പത്തികത്തിൽ, ഈ ലോകത്തിലെ അശ്ലീലമായ കാര്യങ്ങളിൽ, പല കാര്യങ്ങളിൽ വിശ്വാസികൾ വീണുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് നിങ്ങൾക്കും അത് വരാതിരിക്കേണ്ടതിന് കരുതിക്കൊള്ളുക. അതുകൊണ്ട് വചനം നമ്മോട് പറയുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം ഈ 13-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, അവനൊരു ഉപമയും പറഞ്ഞു. ഒരുത്തന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വരുന്നു. ഒന്നാമത്തെ കാര്യം വീണ്ടും വരികയാണ്. ഫലം തിരഞ്ഞു വരുന്നു യജമാനൻ.
തിരുമല സഭയിൽ ഫലം തിരഞ്ഞു വരുവാൻ അധികാരമുള്ളവനാണ് ഈ വാഴ്ത്തപ്പെട്ടവനായ നമ്മുടെ സ്വർഗത്തിലെ ദൈവം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നോക്കുന്നു ഫലം കായ്ക്കുന്നുണ്ടോ. ഓരോ പ്രഭാതത്തിലും ഈ യജമാനൻ നോക്കുന്നു ഫലം കായ്ക്കുന്നുണ്ടോ എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നോക്കുന്ന യജമാനൻ. എന്താണ് പറയാൻ കാരണം? ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യവും മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലും പറയുന്നു, സ്നാപകയോഹന്നാൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം ഇസ്രായേലെ. നിങ്ങൾ മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്നതിലല്ല, നിങ്ങളുടെ ഫലം എവിടെ? ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള അനുസരണം എവിടെ? അതാണ് ദൈവത്തിന്റെ വചനം ചോദിക്കുന്നത്. ഞാൻ മനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞ് ബൈബിൾ എടുത്ത് കൈപ്പിടിച്ച് ആരാധനയ്ക്ക് പോയിട്ടോ, പ്രിയപ്പെട്ടവരെ, അപ്പം മുറിച്ചിട്ടോ, യോഗത്തിന് വന്നിട്ടോ കാര്യമില്ല. മാനസാന്തരപ്പെട്ടെങ്കിൽ, പാപങ്ങൾ ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ടല്ലെങ്കിൽ, ദൈവവചനം കേട്ട് ഭയപ്പെട്ട് മടങ്ങി വന്നെങ്കിൽ ഫലമുണ്ടാകണം. അത് അനുസരണം. ഈ വരവ് മാത്രമല്ല, അനുസരണം എന്ന് പറയുമ്പോൾ നമുക്ക് രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും ദൈവം കൃപാവരങ്ങൾ തന്നിട്ടുണ്ട്. നമ്മുടെ കൃപാവരങ്ങളെ കണ്ടെത്തി സഭയിലൂടെ അത് പ്രയോജനപ്പെടുത്തണമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. നമുക്കെല്ലാവർക്കും കൃപാവരങ്ങളുണ്ട്. അവനെ പഴിചാരി ഇവനെ പഴിചാരി, അവന്റെ കാര്യം നോക്കി ഇവന്റെ കാര്യം നോക്കി നമ്മുടെ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുവാൻ കഴിയാതെ കടന്നു പോകുന്നു. ഒന്നാമത്തെ കൂട്ടർ. രണ്ടാമത്തെ കൂട്ടർ പാപം രഹസ്യമായി ചെയ്യുന്നത് കൊണ്ട് പാടുവാൻ കഴിയുന്നില്ല, സ്തോത്രം ചെയ്യുവാൻ കഴിയുന്നില്ല, പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല, സഭായോഗത്തിന് വരാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് തന്നിരിക്കുന്ന കൃപാവരങ്ങളെ ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ സാത്താൻ നമ്മെ ബന്ധിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. മത്തായി സുവിശേഷം 21:43 നാം വായിച്ചതാണ്. എന്തിനാണ് നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത്? ഫലം കൊടുക്കേണ്ടതിന്. ഫലം കൊടുക്കുന്ന ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നതിനൊരു ഉദ്ദേശമുണ്ട്, ഫലം കൊടുക്കുവാൻ വേണ്ടി. യോഹന്നാന്റെ സുവിശേഷം 15:16 വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവന് ഫലം കൊടുക്കേണ്ടതിന് നമ്മെ ലോകത്തിൽ ആക്കി വെച്ചിരിക്കുന്നു. 15:16 വാക്യം നോക്കുക പ്രിയപ്പെട്ടവരെ. അവിടെ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മെ ഓരോരുത്തരെയും ഫലം കായ്ക്കേണ്ടതിന്, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കേണ്ടതിന് അവൻ അവന്റെ സഭയിൽ ആക്കി വെച്ചിരിക്കുകയാണ്. നാം ഇനി എന്ത് ചെയ്യണം? ഫലം കായ്ക്കണം. ഓടിച്ചു പറഞ്ഞു പോകട്ടെ, ആ ഫലം കായ്ക്കുവാൻ നമ്മെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലം എവിടെയാണ് ആക്കി വെച്ചിരിക്കുന്നത്? 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ ഈ 22-ാം വാക്യത്തിൽ എന്താണ് വായിക്കുന്നത്? 30-ാം വാക്യത്തിൽ എന്താണ് വായിക്കുന്നത്? നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു. വാക്ക് ശ്രദ്ധിക്കണേ. നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് വീണ്ടെടുപ്പും ശുദ്ധീകരണവും ജ്ഞാനവും ആയിത്തീർന്നു എന്നാണ്. ഞാൻ പറഞ്ഞൊരു വ്യത്യാസം ഉണ്ടായിരിക്കാം. ഈ കാര്യങ്ങളായിത്തീർന്നു എന്നാണ് അവിടെ വായിക്കുന്നില്ല, സമയമില്ലാത്തത് കൊണ്ട്. പ്രിയപ്പെട്ടവരെ, നാം യേശുക്രിസ്തുവിൽ ഇരിക്കുന്നു. നമ്മെ ഇരുത്തിയിരിക്കുന്ന സ്ഥലം യേശുക്രിസ്തുവിലാണ് നാം ഇരിക്കുന്നത്. നമ്മെ യേശുക്രിസ്തുവിലാക്കിയിരിക്കുന്നു. നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു. എന്തിനു വേണ്ടി? ഫലം കായ്ക്കേണ്ടതിന്. ഞാൻ ഇങ്ങനെ പറയാം, ക്രിസ്തുവിൽ വസിക്കുന്നവനല്ലാതെ ഫലം കായ്ക്കുവാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 4-5 വാക്യത്തിൽ കർത്താവ് പറഞ്ഞത്, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ കഴിയില്ല. നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കണം. നിങ്ങൾ എന്നിൽ വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം ഫലം കായ്ക്കുവാനായിട്ട് കഴിയും. അവനിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ അതിന്റെ തന്നെ 14-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം വായിച്ച, യോഹന്നാന്റെ സുവിശേഷം 14:23 വായിച്ച, എന്നെ സ്നേഹിക്കുന്നവൻ അവന്റെ വചനത്തെ പ്രമാണിക്കും, പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും എന്ന് പറഞ്ഞാൽ വചനം പ്രമാണിക്കുന്നവനെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. എന്നിൽ വസിക്കുക, ഫലം കായ്ക്കുക എന്ന് പറഞ്ഞാൽ, എന്നിൽ വസിച്ച് ഫലം കായ്ക്കുക എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനം അനുസരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറഞ്ഞ അനുസരിച്ച് ഫലം ഉളവാക്കുക എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ ഫലം ഉളവാക്കി വളരുന്ന സഭയാകണമെന്നാണ് കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10 നിങ്ങൾ വായിച്ചാൽ മതി. പൗലോസിന്റെ പ്രാർത്ഥന കൊലോസ്യ സഭയോടുള്ള ബന്ധത്തിൽ, നിങ്ങൾ ഫലമുള്ളവരായി തീരണം. സഭയോടുള്ള ബന്ധത്തിൽ പൗലോസ് പറയുന്ന 1-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ സകല ജ്ഞാനത്തിലും വളർന്ന് ഫലമുള്ളവരായി തീരണം. പ്രിയപ്പെട്ടവരെ, നാം ഫലം കായ്ക്കേണ്ടവരാകണം എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഏത് ഫലം? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നാം
കായ്ക്കണം. അങ്ങനെ ഫലം കായ്ക്കുവാൻ ഈ യജമാനൻ ഫലം തിരഞ്ഞു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ ഫലം കായ്ക്കുന്ന സഭയായി നാം മാറണം. അതാണ് 6-ാം അധ്യായത്തിൽ ആറാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. യജമാനൻ ഫലം തിരഞ്ഞ് വരുമ്പോൾ എങ്ങനത്തെ സഭയായി നമ്മുടെ സഭ മാറണമെന്ന് അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വേദഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഫലം എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിന്റെ കൺക്ലൂഡിങ്. അവിടെ നോക്കിക്കൊള്ളുക. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. നോക്കുക, എല്ലാവരും ശ്രദ്ധിക്കണമേ. അവിടെ പറയുകയാണ്, അങ്ങനെ യഹൂദ്യ, ഗലീല, ശമര്യ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീക വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിലും നടന്ന് പെരുകിക്കൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ശ്രദ്ധിക്കണം, ഒരു കാര്യമുണ്ട്. അങ്ങനെ എന്ന് പറയുമ്പോൾ എങ്ങനെ എന്നൊരു ചോദ്യം നമുക്ക് ചോദിക്കാം. എങ്ങനെയാണ് സഭയിൽ ഫലമുണ്ടായത്? സഭ സമാധാനത്തിൽ പോയത്? എങ്ങനെയാണ് സഭയിൽ ആത്മീക വർധനവുണ്ടായത്? 2, എങ്ങനെയാണ് സഭ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടത്? എങ്ങനെയാണ് സഭ മുഖാന്തരം സുവിശേഷ പ്രവർത്തനം നടന്ന് അനേക സഭകൾ ഉണ്ടായത്? എങ്ങനെയാണ്? അങ്ങനെ എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് എന്നൊരു ചോദ്യമുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ 9-ാം അധ്യായം മുഴുവൻ പരിശോധിച്ചാൽ നമുക്കറിയാം, അവിടെ ഒരു മനുഷ്യന്റെ മാനസാന്തരം നടന്നിട്ടുണ്ട്. അവിടെ ഒരു വലിയ മനുഷ്യന്റെ മാനസാന്തരം നടന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, സഭയെ മുച്ചൂടും മുടിച്ചു കളയുവാനായിട്ട് അധികാരപത്രം മേടിച്ചിറങ്ങിയ ഒരു മനുഷ്യനെ സാത്താൻ ഉപയോഗിച്ച ഒരു മനുഷ്യന്റെ മാനസാന്തരം നടന്നിട്ടുണ്ട്. ആ മനുഷ്യനാണ് പൗലോസ്. പൗലോസിന് മാനസാന്തരം വന്നപ്പോൾ ആ പ്രദേശത്തുള്ള സഭകൾക്കെല്ലാം എന്തുണ്ടായി? സമാധാനമുണ്ടായി. ഞാൻ ഇങ്ങനെ പറയാം, നമ്മുടെ ഇടയിലെ ഒരു വ്യക്തി പാപത്തിൽ തുടരുകയാണെങ്കിൽ സഭയിൽ സമാധാനമുണ്ടാകുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങൾക്ക് സമാധാനമുണ്ടെന്ന് നാം ചിന്തിക്കുമായിരിക്കാം, എനിക്ക് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുമായിരിക്കാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ഒരു വ്യക്തി പാപത്തിൽ തുടർന്നാൽ സഭയുടെ സമാധാനം നഷ്ടപ്പെടും. അതുകൊണ്ട് ഇവിടെ പൗലോസ് സാത്താന്റെ അധികാരത്തിന്റെ കീഴിൽ സഭയ്ക്കെതിരെ പ്രവർത്തിച്ചപ്പോൾ, അറിയാതെ സഭയ്ക്കെതിരെ പ്രവർത്തിച്ചപ്പോൾ, പ്രിയപ്പെട്ടവരെ, സഭയ്ക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല. സഭ ആത്മീക വർധനവുണ്ടായിരുന്നില്ല. സഭ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നടക്കാൻ കഴിഞ്ഞില്ല. തന്നെയല്ല, സഭ പെരുകിക്കൊണ്ടിരുന്നില്ല. അങ്ങനെ വന്നതിന്റെ കാരണമാണ് പറയുന്നത്, പൗലോസ് സഭയെ മുടിച്ചു വന്നു. ഞാൻ ഇങ്ങനെ പറയാം ആത്മീകമായിട്ട്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ പാപമുണ്ടെങ്കിൽ ആ പാപം നമ്മുടെ സഭയുടെ ആത്മീക വളർച്ചയ്ക്ക് തടസ്സമായി തീരും. ഞാനല്ലേ പാപം ചെയ്തേ, അവനല്ലേ പാപം ചെയ്തേ എന്നുള്ളതല്ല. നാം സഭ എന്ന ശരീരത്തിന്റെ അവയവമാണെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ പാപം തീർച്ചയായിട്ടും സഭയുടെ സമാധാനം നഷ്ടപ്പെടും. അപ്പോൾ ഒരു വ്യക്തിയുടെ മാനസാന്തരം സഭയ്ക്ക് സമാധാനം ഉണ്ടായി എന്ന് പറയുമ്പോൾ, ദൈവത്തിന്റെ വചനം കേട്ട് നാം ഓരോരുത്തരും മാനസാന്തരപ്പെട്ടാൽ, പ്രിയപ്പെട്ടവരെ, സഭയ്ക്ക് ഒന്നാമത് കിട്ടുന്ന ഫലമാണ് സഭ സമാധാനത്തിൽ പോകും. സമാധാനത്തിൽ പോകുന്ന സഭയിലേക്ക് ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടു വന്നിട്ട് കാര്യമുള്ളൂ. ദുരുപദേശം പ്രസംഗിക്കപ്പെടുന്ന, പാപം നിറയുന്ന, പ്രിയപ്പെട്ടവരെ, ഭിന്നതയുള്ള സഭയിലേക്ക് പുതിയ ആത്മാക്കൾ വന്നിട്ട് എന്ത് പ്രയോജനം? അവർക്ക് വളരുവാൻ കഴിയില്ല. ദൈവം അവരെ അയക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കുകയാണ്, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. 1, നമ്മുടെ സഭ സമാധാനമുള്ള സഭയായി മാറണം. എങ്കിൽ മാത്രമേ സമാധാന സന്ദേശം അറിയിക്കുവാൻ കഴിയുള്ളൂ. എനിക്ക് സമാധാനമില്ലാതെ, സഭയിൽ സമാധാനമില്ലാതെ, വീട്ടിൽ സമാധാനമില്ലാതെ ഞാൻ എന്ത് സുവിശേഷ പ്രവർത്തനം നടത്താൻ? ആദ്യം നമുക്കാണ് സമാധാനം വരേണ്ടത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് രാത്രി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഏതെങ്കിലും പാപ വിഷയങ്ങൾ നമ്മെ അലട്ടുന്നുണ്ടെങ്കിൽ, നാം മുഖാന്തരം സഭയ്ക്ക് ഇടർച്ച വരുന്നുണ്ടെങ്കിൽ, നമ്മുടെ പ്രവൃത്തി മുഖാന്തരം സഭയ്ക്ക് ദോഷം വരുന്ന രീതിയിൽ നാം ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നാം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി മാനസാന്തരപ്പെടുക എന്നുള്ളത് എന്റെ മുമ്പിൽ ആഗതരായിരിക്കുന്നവരോടും ഈ ദൃശ്യമാധ്യമത്തിലൂടെ ഇപ്പോഴും ഇനി കാണുന്നവരോടും ശ്രവിക്കുന്നവരോടും ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുന്നത്, വ്യക്തിപരമായ ജീവിതത്തിൽ പാപമുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് മാനസാന്തരപ്പെട്ടാൽ ഒന്നാമത് സഭയ്ക്ക് സമാധാനമുണ്ടാകും. മാനസാന്തരപ്പെട്ടാൽ രണ്ടാമത് സഭ ആത്മീക വർധനവ് പ്രാപിക്കും. ഇന്ന് വർധനവുണ്ട്. എന്ത് വർധനവുണ്ട് സഭയില്? നമുക്കൊക്കെ ആൾക്കാരുണ്ടായാൽ മതി, അല്ലെ? ആത്മീക വർധനവുണ്ടോ?
ആത്മീക വർധനവ് എന്ന് പറഞ്ഞ സമയമില്ല. എന്താണ് ആത്മീക വർധനവ്? ഈ സഭയിലുള്ള എല്ലാവരുടെയും കൃപാവരങ്ങൾ പ്രയോജനപ്പെടുക, അതാണ് ആത്മീക വർധനവ്. ഈ സഭയിലുള്ള എല്ലാവരുടെയും കൃപാവരങ്ങൾ ദൈവനാമ മഹത്വത്തിനായി, പൊതുപ്രയോജനത്തിനായി പ്രയോജനപ്പെടുമ്പോൾ, ഫലം കായ്ക്കുമ്പോൾ, അതാണ് ആത്മീക വർധനവ്. പാടുന്നവർക്കുള്ള കൃപാവരം, എന്തെല്ലാം കൃപാവരങ്ങൾ ഓരോ ശുശ്രൂഷകൾക്കും, അത് ഓരോരുത്തരും ചെയ്യുമ്പോൾ സഭ ആത്മീക അഭിവൃദ്ധിയിലേക്ക് മാറ്റപ്പെടും. അല്ലാതെ കുറെ ആളുകൾ ഉണ്ടായതുകൊണ്ടോ, കുറെ പണം ഉണ്ടായതുകൊണ്ടോ, അറിയപ്പെട്ടത് കൊണ്ടോ പ്രയോജനമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭ ആത്മീക വർധനവുണ്ടാകണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മീക വർധനവിൽ ജീവിക്കണം. നമ്മുടെ യുവാക്കന്മാർ ആത്മീക വർധനവുള്ളവരായി ശക്തരായി മാറണം. വാർദ്ധക്യത്തിൽ ഇരിക്കുന്നവർ പോലും സ്ഫുരിക്കുന്ന കണ്ണുകളും തിളയ്ക്കുന്ന രക്തവുമുള്ളവരായി ആത്മീകമായി ജീവിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആത്മീക വർധന. രണ്ടാമത്തെ കാര്യം, പാപം ഉള്ളിലുണ്ടെങ്കിൽ സഭയിൽ ആത്മീക വർധനവുണ്ടാകുകയില്ല, ദൈവം പ്രവർത്തിക്കുകയില്ല. നമുക്കറിയാം പഴയ നിയമത്തിലെല്ലാം പാപം വെച്ച് യുദ്ധം ചെയ്തപ്പോഴെല്ലാം എന്തുണ്ടായി? ആഖാനടിക്കം പിടിക്കപ്പെട്ടതെല്ലാം നമുക്കറിയാം. യുദ്ധം ജയിക്കാതെ പോയി. ഇവിടെയും അത് തന്നെയാണ്. നമ്മുടെ സഭകൾ വിജയിക്കാത്തത്, നാം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം രഹസ്യ പാപങ്ങൾ. അത് ഏറ്റു പറഞ്ഞില്ലെങ്കിൽ സഭയ്ക്ക് ആത്മീക വർധന ഉണ്ടാകില്ല. മൂന്നാമത്തെ കാര്യം, സഭ ദൈവഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ മുന്നോട്ട് പോകുകയില്ല. പാപം ഉള്ള ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുവാനായിട്ട് കഴിയില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പാപം ചെയ്യുന്ന വിശ്വാസികളുള്ള കൂട്ടത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയില്ല. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരം അനിവാര്യമാണ്. പാപങ്ങളേറ്റു പറഞ്ഞു ഉപേക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ സഭ മുന്നോട്ട് പോകും. അങ്ങനെ പോകുന്ന സഭയിൽ നിന്ന്, പ്രിയപ്പെട്ടവരെ, അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം നിങ്ങൾ പരിശോധിച്ചാൽ, അന്ത്യോക്യ സഭയിലെ ബർണാബാസ്, നീഗർ എന്ന് പേരുള്ള ശീമോൻ, കുറേനക്കാരനായ ലൂക്യോസ്, ഇടപ്രഭുവായ ഹെരോദോടു കൂടെ വളർന്ന മനയോൻ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർണാബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ചു പ്രാർത്ഥിച്ചു, അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. ഇങ്ങനെയുള്ള സഭയിൽ നിന്ന് ഫലമുണ്ടാകുന്നു. ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കുന്നു. വാടകയ്ക്ക് വിളിക്കേണ്ട ആവശ്യമില്ല. എഴുന്നേൽക്കുന്നു ശുശ്രൂഷകന്മാർ. പ്രിയപ്പെട്ടവരെ, എഴുന്നേൽക്കും. എങ്ങനെയുള്ള സഭയിൽ? ഇങ്ങനെയുള്ള സഭയിൽ എഴുന്നേൽക്കുമെന്നാണ് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ പോകുന്ന സഭ. അങ്ങനെയുള്ള സഭയിൽ നിന്ന് ശുശ്രൂഷകർ എഴുന്നേറ്റു വരുന്നു. അവർ ശുശ്രൂഷകൾ ചെയ്യുന്നു. അവരെ എഴുന്നേൽപ്പിക്കുന്നത് ആരാണ്? നീ എഴുന്നേക്കടാ എന്ന് പറയുകയല്ല, പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുന്നു. അവന്റെ ഹൃദയത്തിൽ ബോധ്യം കൊടുക്കുന്നു. അവൻ തയ്യാറാകുന്നു. അവന്റെ ശുശ്രൂഷകൾ സഭയ്ക്ക് മനസ്സിലാകുന്നു, പഠിപ്പിക്കുന്നവർക്ക് മനസ്സിലാകുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ശുശ്രൂഷകർ എഴുന്നേൽക്കുന്നു. അങ്ങനെ എഴുന്നേറ്റാൽ 9-ാം അധ്യായത്തിൽ നാം വായിച്ചു, സഭകൾ പെരുകിക്കൊണ്ടിരുന്നു, പിളർന്നു പെരുകുകയല്ല. അങ്ങനെ ശുശ്രൂഷകന്മാർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പ്രവർത്തന നിരതരായി തീരും. ജീവിത വിശുദ്ധിയുള്ള സഭയിലേക്ക്, പ്രിയപ്പെട്ടവരെ, പുതുമഴ പെയ്ത് കഴിയുമ്പോൾ ഇടുന്ന വെട്ടത്തിലേക്ക് ഈയാമ്പാറ്റകൾ, ഈയലുകൾ പറന്നെടുക്കുന്നത് പോലെ, പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ ആത്മാക്കൾ പറന്നു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. എന്തുകൊണ്ട് ആത്മാക്കൾ വരുന്നില്ല? നമ്മുടെ ജീവിതത്തിലേക്ക് തിരിയണം, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് തിരിയണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എന്തുകൊണ്ട് ആത്മാക്കൾ വരുന്നില്ല? എന്തുകൊണ്ട് സഭയിൽ സമാധാനമില്ല? നിങ്ങളുടെ ഈ സഭയിൽ സമാധാനമില്ലെന്നോ ആത്മീക വർധനമില്ലെന്നോ നിങ്ങളുടെ സുവിശേഷ പ്രവർത്തനമില്ലെന്നോ എന്ന് ഞാൻ പറഞ്ഞില്ല. പൊതുവിലുള്ള സന്ദേശമാണ് ദൈവത്തിന്റെ ആത്മാവ് തരുന്നത്. ഇത് ഇല്ലാത്തതിന്റെ കാരണം എന്താണെന്ന് പരിശോധിച്ച് വേറെ എവിടേക്കും പോണ്ട, നമ്മിലേക്ക് തന്നെ തിരിയുക. എന്നിൽ കുറവുകളുണ്ടോ, എന്നിൽ പോരായ്മകളുണ്ടോ ഈ ദൈവമേ എന്ന് ചോദിക്കേണ്ട രാത്രി, ചോദിക്കേണ്ട കാലഘട്ടം, ചോദിക്കേണ്ട നിമിഷം. അതുകൊണ്ട് ഇത്രയും പറഞ്ഞ് ഞാൻ അവസാന ഭാഗത്തേക്ക് വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി അല്ലെങ്കിൽ ഈ നാളുകളിൽ സ്വർഗത്തിലെ ദൈവം നമ്മോട് ചോദിക്കുന്നത്, നാം നിലത്തെ നിഷ്ഫലമാക്കുന്നവരാണോ? കർത്താവിന്റെ ഈ തോട്ടത്തെ നിഷ്ഫലമാക്കുന്നവരാണോ? ഫലം കായ്ക്കാതെ നിഷ്ഫലമാക്കുന്നവരാണോ? അങ്ങനെ ആക്കുന്നവരാണെങ്കിൽ ഇതാ ഈ യജമാനൻ പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ 3 സംവത്സരമായി വരുന്നു, ഇതിനെ വെട്ടിക്കളക, ഫലം കാണായികയാൽ വെട്ടിക്കളക. സ്വർഗത്തിലെ ദൈവം തീരുമാനിക്കുകയാണ്. അതിന്റെ നിലവിളക്ക് എടുത്തു മാറ്റുക. വെളിപ്പാട് പുസ്തകത്തിലെ സഭകളെ പോലെ എടുത്തു മാറ്റുക എന്ന് തീരുമാനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ നമ്മുടെ തോട്ടക്കാരനായ, പ്രാണപ്രിയനായ, ജീവൻ നൽകിയവനായ, തോട്ടക്കാരനായ
ഉടമസ്ഥനാകുന്ന, ഈ കൃഷിയുടെ ഉടമസ്ഥനാകുന്ന, വിത്ത് നട്ടിട്ട് അതിനെ മുളയ്ക്കുന്നു, അത് വളരുന്നത് നോക്കിയിരിക്കുന്ന നല്ല കൃഷിക്കാരനായ, തോട്ടക്കാരനായ, വാഴ്ത്തപ്പെട്ടവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാക്ക് കേൾക്കണ്ടേ? അതാണ് 8-9 വാക്യം. അതിനവൻ, കർത്താവേ, ഞാൻ അതിന് ചുറ്റും കിളച്ചു വളമിടുവോളം ഈ ആണ്ടുകൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചില്ലെങ്കിലോ വെട്ടിക്കളയാമെന്ന് ഉത്തരം പറഞ്ഞു. അല്ലല്ല, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. ലോകം, ഇസ്രായേൽ സഭകളും ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ കാര്യസ്ഥനായ, നമ്മുടെ മധ്യസ്ഥനായ, നമ്മുടെ മഹാപുരോഹിതനായ, തോട്ടക്കാരനായ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞവൻ മധ്യസ്ഥ നിൽക്കുന്നു പിതാവിന്റെ വലത്ത് ഭാഗത്ത്. ബിജു ഇനി മാനസാന്തരപ്പെടും. സ്വർഗത്തിലെ ദൈവത്തോട് കർത്താവ് പറയുകയാണ്, ബിജു ഇന്ന് രാത്രി മാനസാന്തരപ്പെടും. അവനവന്റെ പാപം ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കും. ഈ ആണ്ടുകൂടെ നോക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മെ ഓരോരുത്തരെ കുറിച്ചും തോട്ടക്കാരനായിരിക്കുന്ന, ഫലം പ്രതീക്ഷിച്ചു വരുന്ന യജമാനന്റെ മുമ്പിൽ ഈ തോട്ടത്തെ ഏൽപ്പിച്ചിരിക്കുന്ന, ചങ്കിലെ പ്രാണൻ തന്നു വീണ്ടെടുത്ത യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നിൽക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഫലം കായ്ക്കും തിരുമല സഭ, ഫലം കായ്ക്കും ചുവന്ന മണ്ണ് സഭ, ഫലം കായ്ക്കും കേരളത്തിലെ സഭകൾ. വെട്ടിക്കളയല്ലേ, വെട്ടിക്കളയല്ലേ. ഇതാണ് നമ്മുടെ കർത്താവ് മധ്യസ്ഥ നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം, പരിശുദ്ധാത്മാവ് ദൈവദാസന്മാരിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക. ദൈവം നമുക്ക് ഒരു രാത്രി കൂടെ തന്നിരിക്കുന്നു മാനസാന്തരപ്പെടാൻ. നമ്മുടെ മധ്യസ്ഥ മഹാപുരോഹിതനായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നിൽക്കുന്നു. വെട്ടിക്കളയുവാൻ, നിലവിളക്കെടുത്ത് മാറ്റുവാൻ, ഇതിലെ ദൈവത്തിന് ഉപയോഗിക്കാൻ ഉപയോഗശൂന്യമായി തീർന്ന സഭകളെ തള്ളിക്കളയുവാൻ, ദൈവം അതിനു നേരെ കണ്ണടയ്ക്കുവാൻ തീരുമാനിക്കുമ്പോൾ, ഇതാ ചങ്കിലെ പ്രാണൻ കൊടുത്ത, രക്തം കൊടുത്ത നമ്മുടെ കർത്താവ്, മധ്യസ്ഥ മഹാപുരോഹിതൻ, നിലക്കാരനായി മധ്യസ്ഥനായി നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അവർ മാനസാന്തരപ്പെടും, അവർ ഫലം കായ്ക്കും. ഒരു വർഷം കൂടെ നിൽക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമുക്കറിയാം. അവിടെ എന്താണ് വായിക്കുന്നത്? വായിക്കണമല്ലോ പ്രിയപ്പെട്ടവരെ, എനിക്ക് പറഞ്ഞ സമയമാകുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ആ വാക്യം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന വാക്യമാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കൽ ഉണ്ട്. നമ്മുടെ കാര്യസ്ഥൻ യേശു ക്രിസ്തു ഉണ്ട്. നമുക്ക് വേണ്ടി നിൽക്കുന്നവൻ. യേശു ക്രിസ്തു പറയാണ്, വെട്ടല്ലേ, തള്ളിക്കളയല്ലേ. യേശു ക്രിസ്തു പറയാൻ, അവൻ മാനസാന്തരപ്പെടും. ആ വചനമാണ് ഈ പുതിയ നിയമത്തിലൂടെ, ഈ വേദഭാഗത്തൂടെ സഭയോട് വളരെ ശക്തമായിട്ട് സംസാരിക്കുന്നത്. മാനസാന്തരപ്പെടുക, ദൈവവചനം പഠിച്ച് മാനസാന്തരപ്പെട്ട് മടങ്ങി വരിക. അങ്ങനെ മടങ്ങി വരുവാൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവം വിളിക്കുകയാണ്. ഇസ്രായേലിനെ വിളിച്ച പോലെ ഇന്ന് സഭയെ വിളിക്കുകയാണ്, വരുവിൻ, നമുക്ക് തമ്മിൽ വാദിക്കാം. ഞാൻ ഇന്നലെ ഓർപ്പിച്ചതുപോലെ, നിന്റെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും, അമ്മയോട് പറയാൻ കഴിയാത്ത, അപ്പനോട് പറയാൻ കഴിയാത്ത, സഹോദരന്മാരോട് പറയാൻ കഴിയാത്ത, സഭാമൂപ്പന്മാരോട് പറയാൻ കഴിയാത്ത, നിന്നോട് സംസാരിക്കുന്ന സഹോദരന്മാരോട് പറയാൻ കഴിയാതെ നീ വിമ്മിഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുന്ന നിന്റെ ഹൃദയത്തിലെ രഹസ്യ പാപം, വരുവിൻ, നമുക്ക് തമ്മിൽ വാദിക്കാം. നമ്മുടെ കർത്താവ് നമ്മെ ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അവൻ വിളിക്കുകയാണ് നമ്മെ, നീ എന്റെ അരികിൽ വരാ. നീ പ്രയാസപ്പെടണ്ട, നീ കഷ്ടപ്പെടണ്ട, നീ ബുദ്ധിമുട്ടണ്ട. എത്ര കടും ചുവപ്പായിരുന്നാലും ഞാനത് ഹിമം പോലെ വെളുപ്പിക്കാം. രക്താംബരം പോലെ ചുവന്നതായിരുന്നാലും അത് പഞ്ഞി പോലെ. നിന്റെ വിഷമം, നീ ചുമക്കുന്ന ഭാരം, അതെന്റെ മേലിട്ടുകൊള്ളുക. ഞാനത് ലഘുവാക്കി തരാം. നീ എന്റെ അരികിലേക്ക് വരിക. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം കർത്താവ് നമ്മെ ക്ഷണിക്കുന്നതാണ്. മടങ്ങി വരിക. മടങ്ങി വന്നാൽ തീർച്ചയായിട്ടും യോഹന്നാന്റെ ഈ 1-ാം ലേഖനം തന്നെ 1:7 വായിച്ചു. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം
ലോകത്തെയും ഇസ്രായേലിനെയും ദൃഷ്ടാന്തമാക്കി, നമ്മെയും ദൃഷ്ടാന്തമാക്കി, നമുക്ക് മുന്നിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന പല കുടുംബങ്ങളെയും, വേർപാടുകാരെന്ന അഭിമാനത്തിൽ വിളിച്ചു പറഞ്ഞ് നശിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളും യുവതലമുറയെയും ചൂണ്ടിക്കാണിച്ച് വചനം കേൾക്കുന്ന ദൈവജനത്തോട് ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി ഓർമ്മപ്പെടുത്തുകയാണ്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. ഫലം തിരഞ്ഞു വരുന്ന ഒരു തോട്ടക്കാരനുണ്ട്, അതിൽ യാതൊരു തർക്കമില്ല. നമുക്ക് വേണ്ടി മധ്യസ്ഥ നിൽക്കുന്ന ഒരു യജമാനനുണ്ട്, നമുക്ക് വേണ്ടി മധ്യസ്ഥ നിൽക്കുന്ന ഒരു തോട്ടക്കാരനുണ്ട്. അതുകൊണ്ട് ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവന്റെ ന്യായവിധിയുടെ ആ വാളിന്റെ വാൽത്തലയിലേക്ക് നടന്നെടുക്കുന്നതിന് മുമ്പ് ഇന്ന് രാത്രി ഒരു പാപിയാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ മാനസാന്തരപ്പെടുവാൻ ശുഭമുഹൂർത്തം. എന്തു ചെയ്യണം? ഒരേ ഒരു കാര്യം. അല്ലയോ കർത്താവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപങ്ങൾക്ക് വേണ്ടി നീ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, എന്നെ രക്ഷിക്കണമെന്ന് ആര് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഏറ്റുപറയുന്നുവോ, ആരാഗ്രഹിക്കുന്നുവോ, അവന്റെ പാപം ക്ഷമിച്ച് ദൈവം അവനെ രക്ഷിക്കും. രണ്ട്, പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ പാപമുണ്ടോ? ഇന്ന് രാത്രി നാം ഒന്ന് പരിശോധിക്കുക, നമ്മുടെ ഹൃദയത്തെ ഒന്ന് പരിശോധിക്കുക. എവിടെയെങ്കിലും കുറവുകളുണ്ടോ? ക്ഷമിക്കപ്പെടാത്തത്, പറഞ്ഞു പോയത്, ചെയ്തു പോയത്, മനസ്സിൽ കൊണ്ടു നടക്കുന്നത് എവിടെയെങ്കിലും പാപമുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ട് അടുത്ത നിമിഷം മുതൽ യോഗ്യമായ ഫലം കായ്ച്ച് സഭയ്ക്ക് നാം മുഖാന്തരം സമാധാനം കൊടുത്ത്, സഭയ്ക്ക് നാം മുഖാന്തരം ആത്മീക വർധനവ് കൊടുത്ത്, സഭ നാം മുഖാന്തരം പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടു പോകുവാൻ, സഭ നാം മുഖാന്തരം പെരുകേണ്ടതിന്, അനേക ആത്മാക്കൾ മുന്നോട്ട് വരേണ്ടതിന് നമ്മുടെ ജീവിതത്തെ കർത്താവിന് ഇന്ന് രാത്രി സമർപ്പിക്കുക. അതിനായിട്ട് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പരിശോധന നടത്തി തീരുമാനമെടുത്തി പോകുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും ധാരാളമായിട്ട് കൃപ നൽകി സഹായിക്കട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്നെ ശ്രദ്ധിച്ച ഈ 2 രാത്രിയും ശ്രദ്ധിച്ച ഈ ദൃശ്യമാധ്യമത്തിലൂടെയും എന്റെ മുമ്പിലാഗതരായവർക്കും നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട്, എന്നെ ക്ഷണിച്ച സഭയ്ക്കുള്ള നന്ദി ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഇന്ന് വിരമിക്കുന്നു. ദൈവത്തിന് മഹത്വം. യേശു ക്രിസ്തു വേഗം വരും.